ഭാരതമല്ലാന്നുണ്ടോ? നമസ്കാരം പറയുമ്പോൾ തിരിച്ച് നമസ്കാരം പറയാനുള്ള ഭാരതീയ സംസ്കാരമാണ്. ആണോ അല്ലയോ? നമസ്കാരം. ഞാനും രമേഷും കൂടെ പഠിച്ച പയ്യന്നൂർ കോളേജ് പ്രീ ഡിഗ്രി. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. പിന്നെ കുറേ പ്രാവശ്യം ദുബായിൽ പോണ സമയത്ത് അന്ന് ഏഷ്യാനെറ്റ് റേഡിയോയും അത് കഴിഞ്ഞ് റേഡിയോ ഏഷ്യയിലെ സയൻസ് സംബന്ധമായിട്ടുള്ള പരിപാടികൾ ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കും. അങ്ങനെ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ആളാണ്. അതിനേക്കാളും കൂടുതൽ പയ്യന്നൂർ സൗഹൃദവേദിയുടെ കുറേ പ്രോഗ്രാമുകൾ അബുദാബിയിലും ദുബായിലും ഒമാനിൽ നമ്മുടെ കരിവള്ളൂർക്കാരനായ അഡ്വക്കേറ്റ് ഉണ്ട്, പയ്യന്നൂർ സൗഹൃദവേദിയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ. അതുപോലെ കുറേ പ്രോഗ്രാമുകളുമായിട്ട് പയ്യന്നൂർ സൗഹൃദവേദിയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് വിളിച്ച സമയത്ത് ഞാൻ എത്താമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ഹൈദരാബാദിൽ നിന്ന് വന്നത്. ഇന്നത്തെ പ്രോഗ്രാമിന് എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുടെ പേര് കാണും. പി കുഞ്ഞികൃഷ്ണൻ വരുന്നുണ്ടോ? പി കുഞ്ഞികൃഷ്ണനും ഞാനും ഒരേ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെമ്പേഴ്സായിരുന്നു. കുഞ്ഞികൃഷ്ണൻ റോക്കറ്റ് അയക്കുന്ന ആളാണ്. ഞാൻ സാറ്റലൈറ്റ് മുകളിലെത്തിയാൽ ആ സാറ്റലൈറ്റ് ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പടം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഗൂഗിൾ മാപ്പ് വരുന്നതിന് 30 വർഷം മുമ്പ് ഗൂഗിൾ മാപ്പ് ഡിഫൻസ് ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഇവിടെ കാർഗിൽ യുദ്ധത്തിൻ്റെ പട്ടാളക്കാർക്കുള്ള ഓരോ മാപ്പും എൻ്റെ കൈകൊണ്ട് ഞാനാണ് കൊടുത്തത്. അതുപോലെ വീരപ്പനെ പിടിക്കാനുള്ള മാപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പകുതി പോലീസും ഇത് രണ്ടും പറഞ്ഞാൽ അറിയാമല്ലോ, ഡിഫൻസ് പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള പണിയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് വിട്ടു. 2009 പ്രൈം മിനിസ്റ്ററുടെ കൂടെയായിരുന്നു, മൻമോഹൻ സിംഗിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് വിട്ടു. ടി പി ഭാസ്കര പൊതുവാളും ഞാനും ഏഴിലോട് ഒരു പ്രോഗ്രാമിലെ കൂടെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ മധു MLA എൻ്റെ ക്ലാസ്മേറ്റ് വിജയൻ്റെ ബ്രദറാണ്. അപ്പോൾ അങ്ങനെ കുറേ പേരെ കാണാൻ പറ്റുന്ന ഒരു അവസരവും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ. പിന്നെ കുറേ പേരെ പരിചയപ്പെടാം. പ്രണവ് ഇരിക്കുന്നുണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുമ്പ് ഡൽഹിയിൽ എൻ്റെ 4 പുസ്തകങ്ങൾ റിലീസ് ചെയ്തു. 4 അല്ല 6 പുസ്തകങ്ങൾ. 4 പുസ്തകം കുട്ടികളെ പഠിപ്പിക്കുന്ന, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന, ഏജ് 3 to grade 3 എന്നാണ് ഞാൻ പറയുന്നത്. 3 വയസ്സുള്ളപ്പോൾ നമ്മൾ നഴ്സറിയിലേക്ക് അയക്കുമല്ലോ കുട്ടികളെ, അല്ലേ? ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നല്ലവരാണെങ്കിൽ, നമ്മളൊക്കെ ചിലപ്പോൾ നന്നായി പോയത് അങ്ങനെ ടീച്ചർമാരെ പഠിപ്പിക്കാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ നഴ്സറി പോയിട്ടില്ലല്ലോ. നഴ്സറി LKG UKGയിലൊന്നും പോകാത്തത് കൊണ്ട് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ചത്. എൻ്റെ ഏറ്റവും നല്ല ഗുരു എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണെന്നാണ്. അമ്മ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അത് സ്ഥിരമായിട്ട് എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. 1000-ലധികം എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രം പോയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരവും ഹൈദരാബാദിലൊരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ക്ലാസ്. അപ്പം എല്ലായിടത്തും പറയാറുള്ളത്, ലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം, അലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം. നമ്മുടെ വിഷയം ലൈഫ് മാനേജ്മെന്റ് ആണ്. എന്താണ് ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്? എല്ലാവരുടെയും ധാരണ കുറെ കാശുണ്ടായാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്, അല്ലേ? എൻ്റെ നാട് നടുവിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. തളിപ്പറമ്പിൽ നിന്നും 20 കിലോമീറ്റർ. രമേശൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ താമസിക്കാൻ. അന്ന് ഇവര് പ്രശ്നിക്കടവ് പോകാൻ പ്ലാൻ ചെയ്തതാണ്, രമേഷും വൈഫും, അല്ലേ? അപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചക്ക് പ്രശ്നിക്കടവിലേക്ക് പോകാന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ, അമേരിക്കയിൽ നിന്നൊക്കെ കുട്ടികൾ വന്ന് എൻ്റെ കൂടെ താമസിക്കും. 10 ദിവസത്തേക്ക്. ഇപ്പം ജനുവരി 13 മുതൽ 19 വരെ ഒരു ക്യാമ്പുണ്ട്. കുറേ കാലത്തിന് ശേഷം, 5 വർഷത്തിന് ശേഷം. എന്താ പഠിപ്പിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നു.
സിറ്റിയിലൊക്കെ വളർന്നിട്ടുള്ള കുട്ടികൾക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല, ലോകം എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ചോറ് കൊടുക്കുമ്പോൾ അരി എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, ഏത് മരത്തിലാണ് ഉണ്ടാവുന്നത് ചോദിക്കുന്ന കുട്ടികൾക്ക്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ ഈ നെല്ലുണ്ടാവണ മരം കാണിച്ചു തരുമോ? ഒരു തുണി പിഴിയാൻ അറിയില്ല, വാഷ് ചെയ്യാൻ. ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ വന്ന് താമസിക്കും. അപ്പൊ അമ്മ പാക്ക് ചെയ്ത് കൊടുക്കും. 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. ആദ്യത്തെ ദിവസം ഇട്ട ഡ്രസ്സ് ഈ പാക്കറ്റിൽ, അത് മുഷിഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കറ്റിൽ ഇടണം, എന്നിട്ട് ബാഗിൽ തിരിച്ചു വെക്കാൻ പറയും. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ലെങ്കിലും മഴ പെയ്തൊരു നാടാണ് എൻ്റെ നാട്. നടുവിൽ എന്ന് പറയുന്നത് കുറേ മലകളുടെ ഇടയിലാണ്. ഇപ്പൊ ചില കുട്ടികൾ നല്ല മഴ പെയ്യുമ്പോൾ ഞാൻ നേരെ മഴയത്തിറക്കും, എന്നിട്ട് ശരിക്കും കുളിപ്പിക്കും. അപ്പോൾ ഒരു ദിവസം ഫുൾ ഇടാനുള്ള ഡ്രസ്സ് പകുതിയാകുമ്പോഴത്തേക്കും നനഞ്ഞൊലിച്ച്, അവനോട് അമ്മ പറഞ്ഞാൽ എന്താണ്, ഇത് പാക്കറ്റിൽ ഇടണമെന്നല്ലേ, അവൻ അതുപോലെ പാക്കറ്റിൽ ഇട്ടു. അപ്പോൾ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്തോളെ എല്ലാ ക്യാമ്പുകളും കാണാം നിങ്ങൾക്ക് യൂട്യൂബിൽ, ഇതും കാണാം. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പയ്യന് ഡ്രസ്സ് മാറ്റുന്നേ ഇല്ല. എന്ത് പറ്റി വെച്ചു, ഡ്രസ്സ് കഴിഞ്ഞു. ഡ്രസ്സ് കഴിഞ്ഞു 10 ദിവസം നമ്പർ ഇട്ട് കൊടുത്താ, 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഡ്രസ്സ് കഴിഞ്ഞു. വെച്ച് ഈ ഇട്ട ഡ്രസ്സൊക്കെ എന്ത് ചെയ്തു, അത് പാക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് നോക്കുമ്പോഴത്തേക്കും നാറിയിട്ട് വയ്യ, കാരണം പ്ലാസ്റ്റിക് പാക്കറ്റിൽ മുഷിഞ്ഞ വെള്ളമുള്ള ഡ്രസ്സ് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതും ബാഗിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതെടുത്തിട്ട് ഞാൻ പറഞ്ഞു പിഴിഞ്ഞിട്ട് അയലിടാൻ പറഞ്ഞു. അപ്പൊ അവൻ എങ്ങനെയാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഇതവൻ ചെയ്തിട്ടില്ല. കാരണം ബാത്റൂമിൽ പോകുന്നതിനും ബെല്ലഴിച്ചിട്ട് അങ്ങോട്ട് കയറുക, അത് അമ്മ എടുത്തുകൊണ്ട് പോയിട്ട് വാഷിംഗ് മെഷീനിലിടും. അപ്പൊ ഞാൻ എന്താ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ തുണി പിഴിയണം എന്നാ പഠിപ്പിക്കുന്നുണ്ടാവും. അവരുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ്. എല്ലാം, അത് കുക്കിംഗ് ആയാലും കുക്കിംഗ്, മരം കയറാണെങ്കിൽ മരം കയറാൻ, എല്ലാം പഠിക്കണം എന്നാണ്. അങ്ങനെ ഒരുവിധം ജീവിതത്തിൽ പണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ഭാരതത്തിലെ 64 കലകൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഈ 64 കലകളൊന്നും പറ്റില്ലെങ്കിലും കുറേയൊക്കെ ആവശ്യത്തിലുള്ള കലകൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇതെവിടെ തുടങ്ങണം? പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നു ഭാരതത്തിൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. കേരളത്തിലെ ഏറ്റവും പഴയ കോളേജ് എന്ന് പറയുന്നത് CMS കോളേജ് കോട്ടയത്താണ്. അവിടുത്തെ 4 പ്രിൻസിപ്പൽമാര് ബ്രിട്ടീഷുകാരായിരുന്നു. അവിടുത്തെ 2 പ്രിൻസിപ്പൽമാരെ പാമ്പ് കടിയേറ്റിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തത്. അങ്ങനെയുള്ള സ്ഥലത്താണ് അന്ന് കോളേജ് തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് അവിടെയാണ്. ആ കോളേജ് ഓട്ടോണമസ് കോളേജ് ആക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച, മാത്തമാറ്റിക്സ് പഠിപ്പിച്ച പ്രൊഫസർ മൂർത്തി സാറാണ് എന്നെ അവിടത്തേക്ക് റെഫർ ചെയ്തത്. ഈ കോളേജിനെ നന്നാക്കണമെങ്കിൽ ഡോക്ടർ TPSന്റെ ക്ലാസ് വിളിച്ചാൽ മതി. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പള് എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു. 4 ദിവസം അവിടെ പഠിപ്പിച്ചു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്ന സമയത്ത് എന്നെ ക്ലാസ്സിൽ വിളിച്ച് അവസാനം ക്ലാസ് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു, അസലായിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നന്നായിട്ട് പറഞ്ഞു. ഈ താങ്ക്സ് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാവർക്കില്ലേ? അപ്പം ഞാൻ അവരോട് ഇടയിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ല, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും അതിനു മുമ്പും ഭാരതത്തിൽ ഉണ്ടായിരുന്ന പോളിസിയാണ്. ഇപ്പൊ എല്ലാവരുടെയും ധാരണ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിന്റെ ടോക്ക് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു പുതിയതായിട്ട് ഒന്നുമില്ലാതെ. പക്ഷെ ഇത് പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വരുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദോഷം. 7ാം ക്ലാസ് വരെയുള്ള സിലബസ് നോക്കിയാൽ, 7ാം ക്ലാസ് വരെയുള്ള സിലബസ് നോക്കിയാൽ ജീവിതം, ഇപ്പൊ ഈ വിഷയം അതാണല്ലോ, ജീവിതം പഠിക്കാൻ. എൻ്റെ ജീവിതവും എൻ്റെ ചുറ്റുവട്ടമുള്ള ജീവിതവും പഠിപ്പിക്കുക എന്നുള്ളതാണ് 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അപ്പൊ നഴ്സറി ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ നഴ്സറി റൈം ഏതാണ്? ആരെങ്കിലും? പിന്നെ അതിനേക്കാളും ഫേമസ് ആയിട്ടുള്ള സംഭവം ടിങ്കിൾ. ആ പഠിക്കുന്ന കുട്ടിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിലായിട്ടുണ്ടാവും? ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാ അത് പഠിക്കണം? നമ്പർ 1. നമ്പർ 2, ഏത് കവിതയും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്, ഇതാരാ എഴുതിയതെന്നല്ല. കാരണം ഞാനൊരു കവിയാണ്, ഞാൻ പോയട്രി എഴുതുന്ന ഒരാളാണ്. എൻ്റെ 4-5 പുസ്തകങ്ങളുണ്ട്. അപ്പം എൻ്റെ കവിത ആരെങ്കിലും ചൊല്ലുമ്പോൾ എൻ്റെ പേര് റെഫർ ചെയ്യാതെ ചൊല്ലിയാൽ എനിക്കിഷ്ടാവില്ല. ആവില്ലല്ലോ.
എന്നാൽ ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ ഈ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആരാ എഴുതിയതെന്ന്? 1000 രൂപ ഇപ്പൊ ഉത്തരം പറഞ്ഞ ഗൂഗിൾ നോക്കാതെ. ഞാൻ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ടീച്ചർമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ ഡയറക്ടറായിരുന്നു കോഴിക്കോട് യൂണിവേഴ്സിറ്റി. ഇതുവരെ ഒരു ടീച്ചർക്കും ഇതിന് ഉത്തരം അറിയില്ല. നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഗാർഹ്യവും ഇല്ലാത്ത ആൾക്കാരാണ്. ഒരു സംഭവം, ഒരു ഗ്രാഹ്യവും. ഇത് ആരോ ടിങ്കിൾ ടിങ്കിൾ പറഞ്ഞിട്ടുണ്ട്, ടിങ്കിൾ ടിങ്കിൾ പഠിപ്പിക്കുന്നു അല്ലേ? ആ ടിങ്കിൾ ടിങ്കിളിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LKG ടീച്ചർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. നല്ല പഠിപ്പിക്കാൻ പറ്റും, ആക്ഷനൊക്കെ കാണിക്കും ഇങ്ങനെ. പക്ഷെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. മിന്നും മിന്നും താരകമേ എന്തത്ഭുതമാണ് ഈ ദൃശ്യം, മീതേ മീതേ മാനത്ത് വൈഡൂര്യം പോൽ മിന്നുന്നു. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കിയിട്ടൊന്ന് പഠിപ്പിക്കാനുള്ള ഒരു ബോധം വേണ്ടേ? അങ്ങനെ പഠിച്ചാൽ 2 ലാംഗ്വേജ് നമ്മുടെ വശത്ത് വരും. ട്രാൻസ്ലേഷനാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള മാർഗം. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭാഷ പഠിക്കരുതെന്നുണ്ട്. ഞാൻ കർണാടകയിലാണ് എൻ്റെ MPhil PhD ഒക്കെ ചെയ്തത്. ഞാനപ്പോൾ കന്നഡ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. എഴുതാനും വായിക്കാനും പറയാനും കന്നഡ പഠിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ പഠിപ്പിക്കുന്ന മാഷ് ആ സമയത്താണ് ലാംഗ്വേജ് ഒക്കെ ശരിക്കും ഞാൻ പഠിക്കണം. പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മേലത്ത് ചന്ദ്രശേഖരനും കേശവ പട്ടേരിയും KH സുബ്രഹ്മണ്യൻ സാറും ഇങ്ങനെയുള്ള അതിപ്രഗത്ഭന്മാരായ മാഷന്മാരുണ്ടായ MRCയും ഇവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൊക്കെയാണ്. അവരുടെയൊക്കെ ക്ലാസ്സിലിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാഷയോടൊരു താല്പര്യമുണ്ട്. ഞാൻ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്, സയൻസ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്, PhD ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെങ്കിലും ഭാഷ വിട്ടിട്ടില്ല. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. ആ ഭാഷ പഠിക്കുക എന്നുള്ളത് ഏത് പ്രായത്തിൽ പഠിക്കണം എന്ന് ചോദിച്ചാൽ ചെറിയ പ്രായത്തിൽ പഠിക്കണം. 1 വയസ്സുള്ള കുട്ടിക്ക് മദർ ടങ്ങും ഒന്നും അറിയില്ല. പക്ഷെ 3 വയസ്സുള്ളപ്പോഴത്തേക്കും അവനവൻ ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും പറയാൻ ആ കുട്ടി പഠിക്കുന്നു. ഇപ്പൊ 2 വർഷം കൊണ്ട് ആ പ്രായത്തിൽ ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുമെങ്കിൽ നമുക്ക് ആർക്കും ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കാൻ 1-2 ആഴ്ച മതി എന്ന് ഞാൻ പറയും. വളരെ എളുപ്പം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതെല്ലാം വാക്കുകളും നമുക്ക് അറിയണമെന്നില്ല. നമ്മൾ ഡിക്ഷണറി ഫുൾ പഠിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആവശ്യങ്ങൾ നേടാനുള്ള. ഇപ്പം ഞാൻ കർണാടകയിൽ പോയപ്പോൾ ആദ്യം പഠിച്ചത് ഏറ്റവും അത്യാവശ്യം ഹോട്ടലിൽ പോയാൽ ഭക്ഷണം ഓർഡർ ചെയ്യണം. അത് മെനു നോക്കിയിട്ട് കാണിച്ചു കൊടുത്താലും അയാൾ തരും. ഇപ്പം സാമ്പാർ വിളമ്പുന്ന സമയത്ത് മതി എന്ന് പറയാൻ അറിയണം വേണ്ടേ? അപ്പം ആദ്യം ഞാൻ പഠിച്ച വാക്ക് സാക്കു എന്നാണ്. സാക്കു എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ബേക്കു എന്ന് പറഞ്ഞാൽ വേണം. ഇപ്പം 2 കാര്യം പഠിച്ചാൽ നമുക്ക് സാക്കു ബേക്കു എന്ന് പഠിച്ചാൽ ഭക്ഷണം ഉറപ്പായി ആവശ്യത്തിലുള്ളത് കിട്ടും. കാരണം ചട്നി എടുത്തു പോകുമ്പോൾ ബേക്കു ബേക്കു എന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ട് ഒഴിച്ചോളൂ. എത്ര ഒഴിക്കണം? സാക്കു. പിന്നെ കർണാടകയിലൊന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ തരില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ തരും. അതാണല്ലോ ഫാഷൻ. നമ്മൾ അങ്ങനെയല്ല, ചായയുടെ കൂടെ തന്നെ നമ്മൾ ഇഡ്ഡലിയും കഴിക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഈഗലേ കൊടി എന്ന് പറയാം. ഇപ്പൊ തന്നെ വേണം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഭാഷ പഠിച്ചെടുക്കാൻ നമുക്കൊക്കെ കഴിവുണ്ട്. 2 പ്രാവശ്യം 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് നമ്മുടെ ഭാഷയാണ്. അതുപോലെ പബ്ലിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ 4-5 വാക്കുകൾ പഠിച്ചാൽ ഏത് ഭാഷയും പറയാമെന്നാണ്. ഇവിടെ റിപ്പീറ്റ് ചെയ്യും എല്ലാവരും. ഇവിടെ ഞാൻ കുറേ ഭാഷ പഠിപ്പിക്കാം 10 മിനിറ്റ് കൊണ്ട്. ഇവിടെ, അവിടെ, എവിടെ. ഉറക്കെ പറയും. ഇവിടെ, ഉറക്കെ. ഇവിടെ, അവിടെ, എവിടെ. ഓക്കെ. ഇതിന്റെ തമിഴ് അറിയാലോ. ഇங்கே, അങ്ങേ, എங்கே. വീട്ടിലെ എല്ലാ സംഭവവും തരും. നിങ്ങൾ സാധാരണ ചോദിക്കുന്നത് ഫോൺ എവിടെയെന്ന് ചോദിക്കില്ലേ? അപ്പൊ ഫോൺ എവിടെയെന്ന് പറയില്ലേ? മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഇവിടെ, അവിടെ, എവിടെയാണ്. ഇത് തമിഴിനോട് പറയണമെങ്കിൽ 3 പഠിക്കേണ്ടത്. എന്താണ്? ഇங்கே, അങ്ങേ, എங்கே. അടുത്ത നാട് ഞാൻ പഠിച്ചത് കർണാടകയിലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കന്നഡ എനിക്കറിയാം. എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. ഇക്കടെ, അക്കടെ, എക്കടെ. എളുപ്പമാണോ? ഇവിടെ, അവിടെ, എവിടെ. ഇங்கே, അങ്ങേ, എங்கே. ഇക്കടെ, അക്കടെ, എക്കടെ. ഇനി ആന്ധ്രയിലാണ് ഞാൻ ജീവിക്കുന്നത്. കഴിഞ്ഞ 35 വർഷമായിട്ട് ആന്ധ്രയാണ്. അവിടെ ഇല്ലി, അല്ലി, എല്ലി. എന്ത് എളുപ്പം നോക്കൂ.
ഇല്ലി അല്ലി, പ്രോഗ്രാം എല്ലി എല്ലി എവിടെ? പ്രോഗ്രാം ഇംഗ്ലീഷ് ആണല്ലോ. പ്രോഗ്രാം എല്ലി, പ്രോഗ്രാം അല്ലി, തീർന്നു. ഓഡിറ്റോറിയം എല്ലി, ഓഡിറ്റോറിയം അല്ലി, തീർന്നില്ലേ കഥ? ആണോ അല്ലയോ? ഇധർ ഉധർ കിധർ, ഹിന്ദി അറിയാം. ഏത് ഭാഷയും നമുക്ക് പഠിക്കാം. അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട വാക്കുകൾ പഠിച്ചാൽ, ഇത് മാത്രം പഠിപ്പിച്ചാൽ 5 or 6 ഭാഷ. കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ മദർ ടങ് മാത്രമല്ല, ഫാദർ ടങ് വേറെ ടങ്ങാണ്, നെയ്ബർ ടങ് വേറെ ടങ്ങാണ്. ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ ഏത് സ്കൂൾ പോയാലും ഒരു 10 പേരോട് കൈവക്കാൻ പറഞ്ഞാൽ 10 ഡിഫറെന്റ് ഭാഷയുടെ ആൾക്കാരെ കാണും. അവർ മാത്രം അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ PhD ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ബംഗ്ലയാണ്, അമി ബംഗ്ല ബോൾച്ചി. അപ്പോൾ ഞാൻ സുഖമായിട്ട് ബംഗാളി പറയും. തുമ്മി കവർ കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിച്ചാൽ എളുപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഈ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയൊക്കെ മുമ്പിൽ എഴുതി വെക്കാറുണ്ട് 21st century എഡ്യൂക്കേഷൻ, 21ാം നൂറ്റാണ്ടിൻ്റെ, അല്ലേ? അങ്ങനെയല്ലേ പറയാം? ആണോ അല്ലയോ? ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 കൊല്ലമാണ്. നമ്മുടെ വിദ്യാഭ്യാസം 100 കൊല്ലത്തേക്കുള്ളതാണോ? അല്ല, അതിലും ഷോർട്ടറാണ്. ഞങ്ങൾ പഠിച്ച സംഭവങ്ങളൊന്നും ഇപ്പോൾ കുട്ടികൾ പഠിക്കേണ്ടാവില്ല. മാത്തമാറ്റിക്സ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ സിലബസ് മാറി, ഒക്കെ മാറി. അപ്പൊ വിദ്യാഭ്യാസം 100 വർഷത്തേക്കല്ല വേണ്ടത്, മിനിമം 10 വർഷത്തേക്കെങ്കിലും ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ അടുത്ത കാലത്ത് എഴുതിയ വേറൊരു ബുക്കിന്റെ പേരാണ് 3-2-1 വേൾഡ്, തേർഡ് ഡെക്കേഡ് ഓഫ് 21st century. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? 21ാം നൂറ്റാണ്ടിലല്ല, തേർഡ് ഡെക്കേഡ് ഓഫ് 21st century. അതിലേറ്റവും നല്ല ഒരു ടൂള് വന്നത് നവംബർ 2022 വന്നിട്ടുള്ളൊരു ടൂളാണ് ChatGPT, അല്ലേ? അടുത്ത കാലത്ത് applications of ChatGPT for a company which is doing a lot of cargo shipping across the world. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കാർഗോ കൊണ്ടുപോകുന്ന ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ChatGPT എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ ക്ലാസ് എടുത്തു. ഞാൻ മാനേജ്മെന്റ് പ്രൊഫസറാണ്, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുള്ള ഒരു ക്ലാസ്സാണ്. അപ്പൊ ആ ChatGPT നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. പക്ഷേ എന്ത് ചോദിക്കണം എന്നാണ് ഇപ്പൊ കുട്ടികൾക്ക് അറിയാം. കാരണം ചോദ്യവും ഉത്തരവും മാഷന്മാർ കൊടുത്താൽ കുട്ടികൾക്ക് എന്തില്ല? ചോദ്യങ്ങളില്ല. നമ്മളൊക്കെ ജനിക്കുന്നത്, നമ്മളൊക്കെ പഠിച്ചു തുടങ്ങുന്നത് അച്ഛനോടും അമ്മയോടും കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. മുട്ടിലറിയുന്ന ഒരു കുട്ടി ഏത് സാധനം എടുത്തിട്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കും, അച്ഛൻ്റെയും അമ്മയുടെയും പേര്. ഓരോ സാധനവും കയ്യിലെടുത്താൽ ഇതെന്താ അതെന്താന്ന് ചോദിക്കാത്ത ഒരു കുട്ടികളുണ്ടാവില്ല. ആണോ അല്ലയോ? എന്നാൽ നഴ്സറി ക്ലാസ്സിൽ ടീച്ചർമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കേതാണ് കീപ് ക്വയറ്റ്. ഒന്നും ചോദിക്കരുത്, മിണ്ടാണ്ടിരിക്കണം. അപ്പൊ ഇന്നലെ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് പിള്ളേരോട് ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നും ചോദിക്കാനില്ല. ഞാൻ ഇവിടെ തൊട്ടടുത്ത് കോറത്ത് എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു 1 വർഷം. അത് അബദ്ധത്തിൽ ഒരു പ്രിൻസിപ്പളെ സെലക്ട് ചെയ്തത് ഇസ്രോയിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരാളെയാണ്. അപ്പൊ അദ്ദേഹം സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഓർഡർ കൊടുത്ത്, ഞാനാണ് സെലക്ട് ചെയ്തത്, സെലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു 8 മാസം കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് ചോദിച്ചു 8 മാസം ഞങ്ങൾ എങ്ങനെ ഭരിക്കും പ്രിൻസിപ്പൾ ഇല്ലാതെ? ഞാൻ തൽക്കാലം 8 മാസം ഞാനിരിക്കാം. അങ്ങനെയാണ് അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇപ്പം എല്ലാ എഞ്ചിനീയറിംഗ് കുട്ടികൾക്കും ഒരു ചെറിയൊരു പേപ്പറിന്റെ 4 ഭാഗമാക്കി മടക്കി അതിന് 8 ഭാഗമാക്കി ഇത്രയുള്ളൊരു പീസ് കൊടുത്തിട്ട് അതിനകത്ത് 4-5 ചോദ്യം ചോദിച്ചു. 1 പേര്, നെയിം. 2 അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്. അടുത്ത ചോദിച്ചത് ഏത് കോഴ്സാണ് ചേർന്നതെന്നാണ്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഏത് കോഴ്സാണ്? അവൻ അടുത്ത ആളോട് ചോദിക്കുക ഏത് കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അവൻ അതുപോലും അറിയില്ല. തൃശ്ശൂർ ഭാഗത്തൊരു കോളേജിൽ പോയിട്ട് ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, എന്തിനാ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തതെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞിട്ട് ചോദിച്ചു, അമ്മ സിവിൽ എഞ്ചിനീയർ ആണ്? അല്ല. പിന്നെ ഇങ്ങനെ സിവിൽ എഞ്ചിനീയർ? അമ്മേൻ്റെ, മൂത്താപ്പേൻ്റെ, ഇളയപ്പേൻ്റെ, ഏതോ ഒരു അയൽവാസിയുടെ ആരുടെയോ ആരാണ് സിവിൽ എഞ്ചിനീയർ. പരക്കത്തോറ്റു. ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മനോരമയുടെ ബെസ്റ്റ് കോളേജ് അവാർഡ് കൊടുത്തിട്ട് എല്ലാവർക്കും ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് സെറിമണി കണ്ടപ്പോൾ ഞാൻ ഉടനെ ഓണറെ വിളിച്ച് ചോദിച്ചു. ഓണറും പ്രിൻസിപ്പളും കസിൻ ബ്രദേഴ്സാണ്. അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും ജോലി കിട്ടും? ആ.
ഞാൻ വന്ന കാലത്തൊന്നും അത്ര നല്ല കോളേജിൽ ഇപ്പൊ ഇങ്ങനെ നന്നായത് അല്ല മാഷെ. 150 ആളിൽ 4 ആളെ പാസ്സായിട്ടുള്ളൂ, 4 ആൾക്ക് ജോലി കിട്ടി. അതാണ് പറഞ്ഞത്. പാസ്സായ ആൾക്കൊക്കെ ജോലി കിട്ടിയാൽ ഫുൾ പ്ലേസ്മെന്റ് ആയാലോ അല്ലേ? ആ 4 പേർക്കും ജോലി കൊടുത്തത് ഇതേ ഓണറുടെ കമ്പനിയിലാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പിരിച്ചു കൊടുത്തു. അഡ്വർടൈസ്മെന്റ് ആയി, മനോരമ അവാർഡുമായി. അത് സ്പോൺസർ ചെയ്തതും ഇതേ കമ്പനി തന്നെയാണ്. ഇതാണ് വിദ്യാഭ്യാസം. എത്രയോ ഒരു ദിവസം മിനിമം ആവറേജ് ഇപ്പൊ കീം അഡ്മിഷൻസ് ഒക്കെ കഴിഞ്ഞ് IIT അഡ്മിഷൻ ഒക്കെ കഴിയുമ്പോൾ കുറേ കുട്ടികൾ ചോദിക്കും എവിടെ ചേരണം, എന്ത് ചേരണം. എഞ്ചിനീയറിംഗ് Dr. TPS, ഇലക്ട്രിക്കൽ Dr. TPS, സിവിൽ Dr. TPS, മെക്കാനിക്കൽ Dr. TPS എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ വിഷയവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാം. എന്തിനിത് പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസം ഞാൻ ചെറിയ ലെവലിൽ പറഞ്ഞു, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ലെവലിൽ പറഞ്ഞു. ഇത് രണ്ടും വളരെ മോശമായിരിക്കാം. അതിന് കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏക വ്യത്യാസം എന്താ അറിയോ? എന്താ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം? അവര് സംസാരിക്കുന്നത് നമ്മളെക്കാളും ബെറ്റർ ആയിട്ടാണ്. ഒരു മത്സ്യത്തിന് അതിന്റെ കുട്ടിയെ 5 കിലോമീറ്റർ ദൂരത്തിൽ ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ വിളിക്കാനും സംസാരിക്കാനും അറിയാം. നിങ്ങൾ ചെറിയൊരു പശുക്കിടാവിനെ നല്ല പോലെ വിശക്കുമ്പോൾ അഴിച്ചു വിട്ടാൽ 1000 പശുക്കള് മുല നിറച്ചും പാലുണ്ടെങ്കിലും ഒരു സ്ഥലത്തും പോകാതെ സ്വന്തം അമ്മയെ അതിനിടയിൽ തപ്പി കണ്ടുപിടിച്ചിട്ട് ആ സംസാരിക്കുന്ന ഡയലോഗ് ഞാൻ പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കണു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് വഴിയാ പോവാം. അന്നൂർ സ്കൂളിൽ ഞാൻ BSc പഠിക്കുന്ന സമയത്ത് 1981 AK രാഘവൻ നമ്പ്യാറാണ് എൻ്റെ പ്രിൻസിപ്പൾ. അന്ന് ഞാൻ അന്നൂർ സ്കൂളിൽ മാത്തമാറ്റിക്സിന് എൻ്റെ മാഷിരിക്കുകയാണ്, കാരണം മാഷ്ക്ക് തൊണ്ടവേദനയായിരുന്നു. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു എനിക്ക് പകരം നീ പോയി പ്രസംഗിക്കണമെന്ന്. ഞാൻ പഠിക്കുന്ന കാലത്താണ് കോളേജ്. അപ്പൊ പറഞ്ഞു മാഷും കൂടി ഇരുന്നാൽ. അതാണ് എൻ്റെ ആദ്യത്തെ പ്രഭാഷണം. അന്ന് ഞാൻ പറഞ്ഞത് ഉറുമ്പുകൾക്ക് സംസാരിക്കാൻ അറിയാം എന്നാണ്. നിങ്ങൾ കുറേ ഉറുമ്പുകൾ പോകുമ്പോൾ അതിൽ ഒരു ഉറുമ്പിനെ എടുത്ത് മാറ്റി നോക്കിയാട്ടെ, അത് തപ്പി നടക്കും എവിടെ പോയി എന്ന്. എങ്ങനെയാ മനസ്സിലാക്കണേ? അപ്പൊ നമ്മൾ ധരിക്കുന്ന പല കഴിവുകളും, ഉറുമ്പിന് നമ്മളെക്കാളും ശക്തിയുണ്ട്. നമുക്ക് നമ്മളെക്കാളും 50 മടങ്ങളിലൊരു സാധനം എടുത്ത് നടക്കാൻ പറ്റുമോ? ഉറുമ്പിന് ഒരു അരിമണി എടുത്ത് നടക്കാൻ പറ്റും. ആ ഉറുമ്പിന്റെ വെയിറ്റിനേക്കാളും 50 മടങ്ങ് അധികം. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഒരു പട്ടികളും ഇങ്ങനെ ഇരിക്കാറില്ല, ഒരു പട്ടിയും ക്ലാസ് എടുക്കാറില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവമുള്ള ഏക ജീവി ഏതാ? മനുഷ്യനാണ്. ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം. മനുഷ്യരും മൃഗങ്ങളും തമ്മില് ആഹാരത്തിൽ വ്യത്യാസമില്ല, നിദ്ര ഉറക്കം ഒരേപോലെയുണ്ട്, ഭയം മനുഷ്യന്മാർക്ക് കുറച്ചധികം, മൃഗങ്ങൾക്ക് അത്ര ഭയമില്ല, മൈഥുനം സെക്സ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആർക്കാ? മനുഷ്യന്മാർക്കാ. ആഹാരം നല്ലപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിയും അതിനേക്കാളും നല്ലൊരു ചിക്കൻ പീസ് കൊടുത്താൽ എന്നാൽ കുറച്ചും കൂടി കഴിച്ചു കളയാന്ന് വിചാരിക്കില്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി തട്ടിക്കളയും. നമ്മളൊക്കെ ഏത് സദ്യക്ക് പോയാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു രസങ്ങൾ കൂടി കിട്ടിയാൽ ഇതെങ്ങനെയെങ്കിലും അതും കൂടി അകത്താക്കാൻ പറ്റുമോ? കാശ് കൊടുക്കാണ്ട് കിട്ടിയാൽ ഉറപ്പായിട്ടും. ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. എൻ്റെ വെയിറ്റ് ഇന്നലെ ഞാൻ ഫ്ലൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് വെയിറ്റ് നോക്കുമ്പോൾ സാധാരണ ഈ വെയിങ് മെഷീനിൽ നിന്നിട്ട് നമ്മളെ വെയിറ്റ് നോക്കും, പിന്നെ ബാഗ് എടുത്ത് നോക്കിയിട്ട് നോക്കും, രണ്ടും കൂടി നോക്കിയിട്ട് മൈനസ് ചെയ്തിട്ടാണ് ആ ബാഗിൻ്റെ വെയിറ്റ് കാണും. അപ്പോൾ എൻ്റെ മകൻ ഞാൻ ബാഗ് എടുത്ത് നേരെ എന്നിട്ട് വെയിറ്റ് നോക്കുമ്പോൾ ചോദിച്ചു, അച്ഛൻ്റെ വെയിറ്റ്? ഞാൻ പറഞ്ഞത് 60ആണ്. 10-40 കൊല്ലമായിട്ട് 60ആണ്. 59 അല്ല 61 അല്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഗ്യാരണ്ടി പറയാൻ എത്ര പേർക്ക് പറ്റും? ഇപ്പോൾ ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി, സോഷ്യലി, സ്പിരിച്വലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏക ജീവി മനുഷ്യന്മാരാണ്. എന്താണ് ലൈഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കലി എവിടെ നിർത്തണം അവിടെ നിർത്താൻ കഴിവുണ്ടാവും. ആഹാര നിദ്ര. ഏത് മൃഗവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ 4 കാലും കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ചെയ്ത് പട്ടി നല്ല എക്സർസൈസ് എടുക്കുന്നുണ്ടോ? ഏത് സ്വാമി പഠിപ്പിച്ചിട്ടാ? അതിന് അസലായിട്ട് ബ്രീത്തിങ് ടെക്നിക്ക് അറിയാം ഇല്ലേ? ഇവിടെ മനുഷ്യന്മാർ 60 വയസ്സാകുമ്പോൾ ഏതോ ഒരു സ്വാമി
പഠിപ്പിക്കുന്നത് ഒരു മൂക്ക് അടച്ചിട്ട് മറ്റേ മൂക്ക് അടച്ചിട്ട് ബ്രഹ്മാവ് തൂങ്ങി മരിക്കും. കാരണം ബ്രഹ്മാവ് 2 മൂക്ക് തന്നത് 2 കൂടി മരിക്കാനാണ്. ഈ പറയുന്ന സ്വാമിക്ക് ഇതുവരെ അറിയില്ല. ഏതോ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഗോസ് ഔട്ട്സൈഡ്, ഓക്സിജൻ ഗോസ് ഇൻസൈഡ്. നമ്മൾ ഇവിടെ എന്താ വല്ല ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. സയൻസ് പഠിച്ചിട്ടില്ല അധ്യായം. നമ്മൾ ഉള്ളിൽ എടുക്കുന്ന എയറാണ്, പുറത്ത് വിടുന്ന എയറാണ്. അത് ശരീരം മഹാമോശമാണെങ്കിൽ ഓക്സിജന്റെ പാർട്ട് കാർബൺ ഡൈ ഓക്സൈഡെ കൺവേർട്ട് ചെയ്യുന്നതാണ് പറയേണ്ടത്. സംഭവം മനസ്സിലായോ? ഇവിടേക്കാണെങ്കിൽ 0.4% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, 21% ഓക്സിജൻ ഉണ്ടാവും. സയൻസ് പഠിച്ചുകൊണ്ട് നമുക്കറിയാം. അയാൾ ഇതൊന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സ്വാമിയായി. എളുപ്പമാവാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതാണ് എന്റെ സംഭവം. അപ്പൊ ഇതൊന്നും അറിയാണ്ടാണ് ഇത്രയും കാലം എന്ത് പഠിപ്പിച്ചത്? ബ്രീത്തിങ് ടെക്നിക്ക് പഠിപ്പിച്ചത്. ബ്രീത്തിൽ പോകുന്ന ഉള്ളിൽ എന്താണ് പുറത്ത് എന്താന്ന് പോലും അറിയാം. ഇനി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ ഹഠയോഗ പ്രദീപ് വായിച്ചിട്ടുള്ള സമയം അതെന്താണ്? ആദ്യത്തെ ബ്രീത്തിങ് ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ഹഠയോഗ പ്രദീപിയാണ്. ഇതിനടുത്ത് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലാണ് ഞാൻ എൻ്റെ യോഗ പഠിച്ചത്. 81, 84 ഈ ഭാഗത്തിലെ ഏറ്റവും നല്ല യോഗ സെന്റർ അതാണ്. അവിടെ പോയിട്ട് പഠിച്ചത്. അപ്പൊ ഹഠയോഗ പ്രദീപ് പഠിച്ചിട്ടില്ല. പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. നല്ലപോലെ ബ്രീത്തിങ് ടെക്നിക്ക് പഠിച്ചാൽ എല്ലാ രോഗങ്ങളും മാറും. തെറ്റായിട്ട് ബ്രീത്ത് ചെയ്താൽ എല്ലാ രോഗങ്ങളും വരും. അപ്പൊ മിക്കവാറും അസുഖങ്ങൾക്ക് കാരണം എന്താണ്? ശരിക്ക് ശ്വസിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. എല്ലാ മൃഗങ്ങൾക്കും അവരുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കോ അച്ഛനാവാൻ അമ്മായനൊക്കെ എളുപ്പമാണ്. പക്ഷെ ബ്രീത്തിങ് ടെക്നിക്ക് ഇപ്പോഴും അറിയില്ല. അതുപോലും അറിയാതെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ടെക്നിക്ക് പഠിപ്പിക്കുന്ന ആളാണ്. അത് 3 മാസത്തെ കോഴ്സ് കൊണ്ട് കിട്ടുന്നതല്ല. നമ്മളൊക്കെ ഒരു ജീവിതം ഫുൾ. ഞാൻ ഹിമാലയൻ ട്രഡീഷൻ സ്വാമി രാമ മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതിയുടെ ശിഷ്യനാണ്. ഹിമാലയൻ ട്രഡീഷൻ. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ക്രമം പഠിക്കാനാണ്. ക്രമമില്ലാത്തതിന്, ഓർഡർ ഇല്ലാത്തതിനൊക്കെ അക്രമം എന്നാ പറയും. അക്രമം പഠിപ്പിക്കാനല്ല. അത് ആരെങ്കിലും ചെയ്താൽ എനിക്ക് ബാധകമല്ലല്ലോ, ഞാനല്ലോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഒഴിവാക്കാതല്ല. അതല്ല നമുക്ക് വേണ്ടത്. എല്ലാ സംഭവങ്ങളിലും ഇടപെടാനും അത് ശരിയാണെന്ന് ധരിപ്പിക്കാനും, അതാണ് സോഷ്യൽ ബീയിങ് സോഷ്യൽ. സൊസൈറ്റിയിലുള്ള നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ലതിനെ നമുക്ക് പിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ, അത് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ, അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മാർക്കറ്റ് ചെയ്യാനും, അല്ലാത്തതിനെ ഉപേക്ഷിക്കാനുള്ള നമുക്ക് കഴിവാണ്. അതിനെ വിശകലനം ചെയ്യാനുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്കുണ്ടാവും. അതില്ലാത്തിടത്തോളം കാലം നമ്മുടെ ജീവിത പദ്ധതി നിശ്ചയിക്കുന്നത് നമ്മളാവില്ല. ആരാവും? അഡ്വർടൈസ്മെന്റ് ആവും, മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാവും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശരിയും നമ്മളല്ല. മിതം ഭുക്ത്വാ ശതം ജപ്ത്വാ പതശതം ശലൈ വാമഭാഗേശനസ്യ വിഷക്കിം കിം പ്രയോജനം. നിങ്ങൾക്ക് ഡോക്ടറെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല ഈ കാര്യങ്ങൾ ചെയ്താലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ? മിതം ഭുക്ത്വാ, കുറച്ചേ കഴിക്കാവൂ. ശതം ജപ്ത്വാ, ജപിക്കണം. ജപിക്കണം എന്ന് പറഞ്ഞാൽ നാമജപം വേണമെന്നില്ല. നല്ലപോലെ സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്തിങ് ടെക്നിക്ക് എടുക്കുന്നുണ്ട്. ഞാൻ വേറെ ബ്രീത്തിങ് ടെക്നിക്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാഷ്ട്രീയക്കാർക്കൊക്കെ കുറേ അധികം ആയുസ് ഉണ്ടാവുന്ന കാരണം അവർ നല്ലപോലെ പ്രഭാഷണം, ടീച്ചർമാർക്ക് കുറേ കാലം ആയുസ് കിട്ടും. കാരണം നല്ലപോലെ ക്ലാസ് എടുക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണെങ്കിൽ നല്ലപോലെ സംസാരിക്കും. പാട്ട് പാടുന്നവരുടെയൊക്കെ ആയുസ് നല്ലോണം കൂടും. അവർ വേറെ ബ്രീത്തിങ് ടെക്നിക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നാമം ചൊല്ലുന്നവരും അതേപോലെ പ്രാണാപാന വ്യാനോധാന സമാനാമേശുദ്യന്തം ജ്യോതിരഹംജാപി പത്മാഭൂയാസംഗ സ്വാഹ വക്മനചക്ഷുശ്രോത്രഗ്രാണ ജിഹ്വാരേതോ ബുദ്ധ്യാവൃത്തി സങ്കല്പാമേശുദ്യന്തം. ഇങ്ങനെ ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നാമജപങ്ങൾ എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ബ്രീത്തിങ് ടെക്നിക്ക് പഠിപ്പിക്കാൻ. ഇപ്പം അതില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഇതൊന്നും അറിയാത്തവരെ നമ്മൾ എന്ത് വേണമെങ്കിലും പഠിപ്പിച്ച് നമ്മുടെ ടെക്നിക്കകത്ത് പഠിക്കും. കൃത്യമായിട്ട് അറിയാം. ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ ഏത് കാര്യവും പഠിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. അതിന് മെമ്മറൈസേഷൻ പവർ വേണം. ഇതാര് പഠിപ്പിക്കണം? ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കണം. ചെറിയ ക്ലാസ്സിൽ, ഏറ്റവും ചെറിയ ക്ലാസ്സിൽ. ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഭാവിയിൽ നല്ലപോലെ പഠിക്കാനുള്ള കഴിവുണ്ടായിട്ട് മാറും. അപ്പോൾ ജീവിതത്തിൽ പഠിക്കാനുള്ള കഴിവ് ഉള്ള ഏക ജീവി മനുഷ്യനായതുകൊണ്ട് പഠിക്കാത്ത അത് പഠിക്കാന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് പഠിക്കലല്ല പറഞ്ഞു. നമ്മുടെ ജീവിതവും നമുക്ക് ചുറ്റുമുള്ള ജീവിതവും പഠിക്കും. 7ാം ക്ലാസ് വരെ. അപ്പോൾ 7ാം ക്ലാസ് വരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്ക് വേണ്ട,
അതൊക്കെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത്. പക്ഷെ ഏത് സ്കൂൾ പോയാലും ഇപ്പോഴും സെയിം സംഭവമാണ്. ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഈ എഡ്യൂക്കേഷൻ പോളിസി വന്നാലും ടീച്ചേഴ്സിനെ ഇതിന് ട്രെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ജാനുവരിയിൽ ഞാൻ കൽക്കട്ടയിലും വെസ്റ്റ് ബംഗാളിലുള്ള കുറേ സ്ഥലങ്ങളിലും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് മാത്രമായിട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു കൺസെപ്റ്റ് ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്നാണ്. പണ്ട് അമ്മൂമ്മമാര് വീട്ടിൽ വന്നാൽ 3 വയസ്സുള്ള കുട്ടിയെ ഒരു റൂമില്, 4 വയസ്സുള്ള കുട്ടിയെ ഒരു റൂമില്, അങ്ങനെയല്ലല്ലോ ഇരുത്താറ്. എല്ലാവരും കൂടി ഇരുന്നിട്ട് അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കണം, അത്തരത്തിലുള്ള ആണ് പഠിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ എൻ്റെ ഫിലോസഫിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് എൻ്റെ 4 പുസ്തകം. മറ്റൊന്ന് മെൻ്റൽ ഹെൽത്ത്. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല മെൻ്റൽ ഹെൽത്താണ്. പ്രശ്നങ്ങളൊക്കെ ഇപ്പം എത്ര ആൾക്കാരെ നമുക്ക് കാണാം. ഏറ്റവും നല്ല സെലിബ്രിറ്റീസ്, സിനിമാ നടന്മാരും വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആത്മഹത്യ ചെയ്യും അല്ലേ? കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് അതുവഴി ഓടിച്ചു വരുമ്പോഴാണ് ആ മെഡിക്കൽ കോളേജിന്റെ കഥ ഡ്രൈവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ ഈ കോളേജിൽ പോയിട്ടുണ്ട്. BDS പഠിക്കുന്നവർ ക്ലാസ് എടുക്കാനാണ് പോയത്. അത് കഴിഞ്ഞ് രാത്രി ഒരാൾ വെച്ചു, മാഷെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി. ഞാൻ പറഞ്ഞു വണ്ടർഫുൾ, വേഗം പോയി ചത്തോ. പക്ഷെ ഈ ചാവുന്നതിന് മുമ്പ് ഒരു 10 പേരെയും കൂടി വിളിച്ചിട്ടേ ചാവാം. അതെന്താ മാഷ അങ്ങനെ പറയുന്നത്? ലാസ്റ്റ് കോൾ എനിക്കാണെങ്കിൽ പിന്നെ നാളെ ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കണം അല്ലേ? ഒരു 5-10 പേരുണ്ടെങ്കിൽ പോലീസുകാർ കൺഫ്യൂസ് ആയിക്കോളും. തമാശയല്ല മാഷ പറയും. എടോ, ഒരാൾ ചാവാൻ പോകുന്നതിന് മുമ്പ് ഒരാളെ വിളിച്ച് ഞാൻ ചാവാൻ പോവാന്ന് പറയില്ല. അതാണ് ആദ്യത്തെ. ഞാൻ തെറാപ്പിസ്റ്റാണ്, എനിക്കറിയാം സൈക്കോളജി നന്നായിട്ട്. മാസ്റ്റേഴ്സ് MS ഇൻ സൈക്കോതെറാപ്പി ഉള്ള ഒരാൾ. നമ്മൾ ആദ്യം പഠിക്കുന്ന പ്രിൻസിപ്പിൾ അതാണ്. അപ്പൊ വിളിച്ചത് എന്തിനാണ്? ആത്മഹത്യ ചെയ്യാനല്ല. എന്തിനാ? ആത്മഹത്യ ചെയ്യാണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ്. ആണോ അല്ലയോ? അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. നാളത്തെ പരീക്ഷയിൽ ഞാൻ തോറ്റു. അപ്പൊ ഏതാ പരീക്ഷ എന്ന് ചോദിച്ചു. ബയോകെമിസ്ട്രി. അത് ഞാൻ പഠിച്ച വിഷയം, എനിക്കറിയാം. ഇപ്പൊ പറഞ്ഞുതരാം. അതും പഠിച്ചിട്ടുണ്ട് ഞാൻ. മാത്തമാറ്റിക്സ് മാത്രമല്ല, ഇത് പഠിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് എക്സാമിനേഷന് വരുന്നത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതറിയണമെങ്കിൽ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? ആണ്. 3rd ഫ്ലോറിലാണോ? ആണ്. അവിടുന്ന് ഡയറക്റ്റ് ചെന്നാലൊന്നും നീ ചാവില്ല. കാരണം വെച്ചാൽ മെഡിക്കൽ കോളേജിലാണ്. നേരെ ഇവിടെ കൊണ്ടിടും, ICUവിൽ. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ 3rd ഫ്ലോറിൽ ചാടില്ല. കുറേ ദൂരെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പക്ഷെ സത്യമായിട്ട് ഞാൻ ടെൻഷനിലാണ്. അത് പറ, ടെൻഷൻ ഇല്ലാണ്ട് പഠിക്കാം. 4 പഠിക്കുന്ന കുട്ടികളുടെ റൂമിൽ പോവാം, ഒരു ചോദ്യവും ഉത്തരവും പഠിക്കാം. എന്നിട്ട് അവരോട് പറയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ അവര് പറയും ഇതല്ല ഇമ്പോർട്ടന്റ്, വേറൊരു ചോദ്യോത്തരാണ് ഇമ്പോർട്ടന്റ്. എന്നാൽ അതൊക്കെ അടിച്ചു മേടിക്കുക. അപ്പൊ 2 ചോദ്യോത്തരവും പഠിച്ചില്ലേ? ആ 2ഉം വെച്ചിട്ട് 3ാമത്തെ റൂം പോവാം. അങ്ങനെ 10 റൂമിൽ പോയാൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും പഠിച്ചു കഴിയും. നീ പാസ്സാവുന്നതാണ്. അവൾക്ക് 87% കണ്ട് മാർക്ക് കിട്ടിയിട്ട് ആ വിഷയം പാസ്സായി. വളരെ എളുപ്പം. ഒരു ദിവസം രാത്രി പഠിച്ചാൽ പാസ്. നമ്മളൊക്കെ ഇന്നലെ ഞാൻ പോയ എഞ്ചിനീയറിംഗ് കോളേജ്, അവിടുത്തെ കുട്ടികളൊക്കെ ഓരോ വിഷയവും പഠിക്കുന്നത് ലാസ്റ്റ് നൈറ്റ് ബാറ്റിംഗ് എന്നാ പറയാ. ഓൾ ഇൻ വൺ പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അത് മാത്രം പഠിച്ച് പരീക്ഷ പാസ്സാവും. പക്ഷെ വിവരം ഉണ്ടാകും. പരീക്ഷ പാസ്സാവാൻ വളരെ എളുപ്പം. എന്താ കാരണം? പഴയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടീച്ചേഴ്സ് ഇടുന്നത്. പുതിയ ക്വസ്റ്റ്യൻസ് ആരും ഇടാറ്. ക്വസ്റ്റ്യനും ഉത്തരവും പഴയ ടീച്ചേഴ്സ് കൊടുക്കും. അപ്പോൾ ഓൾ ഇൻ വൺ പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് എഞ്ചിനീയറിംഗ്. എല്ലാ വിഷയത്തിന്റെയും ചോദ്യവും ഉത്തരവും മാത്രം കൊടുക്കുന്ന ഒരു ഗൈഡിന്റെ പേരാണ് ഓൾ ഇൻ വൺ. അത് മാത്രം പഠിച്ചാൽ 100-ൽ 100% മാർക്ക് കിട്ടും. ആർക്കാ 100% മാർക്ക് കിട്ടുക? 100% ചോദ്യവും ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് 100% മാർക്ക് കിട്ടും. ഞാൻ ഗസ് ചെയ്യുന്നത് 90% ആണെങ്കിൽ എനിക്ക് 90% കിട്ടും. അത്രയും എളുപ്പമാണ് വിദ്യാഭ്യാസം നേടാനായിട്ട്, സർട്ടിഫിക്കറ്റ് നേടാൻ. അങ്ങനെ നേടിയവരാണ് ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ഇരിക്കും? ഇപ്പൊ അടുത്ത കാലത്തല്ലേ കേരളത്തിലെ കോളേജിയേറ്റ് ഡയറക്ടർ കൂട്ടി വായിക്കാൻ പറ്റാത്ത ആള് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നു. ഞാൻ പയ്യന്നൂര് ഒരു പ്രോഗ്രാമിൽ A+ കിട്ടിയ കുട്ടികൾക്കൊക്കെ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടിയോട് ഞാൻ വെറുതെ ചോദിച്ചു, എല്ലാ വിഷയത്തിലും A+ ഉള്ള കുട്ടിയാണ്, സർക്കിളിന്റെ സ്പെല്ലിംഗ് എന്താണ്? SIRKLE. വണ്ടർഫുൾ. അങ്ങനെ എഴുതിയാലും 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ A+ കിട്ടും. അതാണ് കേരളം. ഇത് ഇന്നല്ല, ഈ വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞിട്ട് കുറേ കാലം മുമ്പ് ഞാൻ പറഞ്ഞത്. ഞാൻ പാലക്കാട് PNC മേനോൻ എന്ന് പറയുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഒരു പ്രോജക്റ്റിൽ പോയ സമയത്ത് അവിടുത്തെ 23 ഹെഡ് മിസ്ട്രസ്മാരൊക്കെ ഒരു ക്ലാസ്സിലാണ്. അതിൽ അവരോടൊക്കെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു. കുട്ടികൾക്ക് പ്രഭാഷണത്തിന് സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയം എഴുതി തരാൻ പറഞ്ഞു. അവരുടെ ചിന്ത ഏത് ലെവലിലാന്ന് നോക്കാൻ.
പലരും എഴുതിയത് എഡ്യൂക്കേഷനാണ്. ആ 23 പേരിൽ 13 പേരുടെ എഡ്യൂക്കേഷന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. അവരാണ് ഹെഡ് മിസ്റ്റർസ്മാർ. എന്താ കാരണം? അവർ പാസ്സായതും ഓൾ പ്രൊമോഷനിലൂടെയാണ്. പാല് തരുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ പശു എന്നാണ് 100%. പാമ്പ് എന്ന് എഴുതിയാലും 50% കിട്ടും. പാ രണ്ടിലുണ്ടല്ലോ, 50% ശരിയാണല്ലോ എന്നാണ്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഇന്നത്തെ സ്ഥിതി. വളരെ പരിതാപകരമാണ്. ഇന്നലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ് എടുത്ത് ഒരു കുട്ടിക്കും ഒരു സംശയവും ഒരു താല്പര്യമില്ലാണ്. പക്ഷെ ഇന്ന് എനിക്ക് സമാധാനം. കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചു വാട്സപ്പ്. ഞങ്ങളുടെ കോളേജിൽ ചോദ്യം ചോദിക്കാറില്ല, അത് ശീലമില്ലാത്തതുകൊണ്ടാണ്, പിന്നെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഐ വാണ്ട് ടു ബി യുവർ സ്റ്റുഡൻറ്. അങ്ങനെ കുറേ കുട്ടികൾ ആഗ്രഹമുണ്ട്, പക്ഷെ അത് അവിടുത്തെ ശീലമല്ല. എല്ലാ കുട്ടികൾക്കും നല്ല അച്ഛനും അമ്മയും ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്? ഓരോ ചെറു നാരായണൻകുട്ടിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ കുറേ ക്ലാസ് അവിടെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരാളാണ് നാരായണൻകുട്ടി. ഞാൻ പണ്ട് പയ്യന്നൂർ പഠിക്കുന്ന കാലത്ത് ഏട്ടൻ പരിഷത്തിന്റെ വളരെ സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു. യുറീക്ക എഡിറ്റർ ആയിരുന്നു എൻ്റെ വൈഫിൻ്റെ അച്ഛൻ. അപ്പം ചെറുപ്പത്തിൽ ഞാൻ 11ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് വളരെ ആക്റ്റീവായിരുന്നു. അപ്പം അന്ന് പഠിച്ചൊരു പാട്ടാണ് ഓരോ ചെറു വസ്തുവിലും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടില്ല? എന്നുറക്കെ പാടാമോ? ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ. ഇത്രയേ ഉള്ളൂ സൗണ്ട്. ഞാൻ വിചാരിച്ച കരുവള്ളൂർക്കാരൊക്കെ ഭയങ്കര ഉഷാറുള്ളവരാണ്. അത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായു മുകളിലേക്ക് ഇടിക്കാൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, കേരളത്തിലെ കുറെ ആൾക്കാർ വായു മുകളിലേക്ക് ഇടിച്ചു പൊക്കാൻ നോക്കി, എന്നിട്ടും പൊങ്ങിയില്ലല്ലോ മക്കളെ ഈ വായു മുകളിലേക്ക്. എന്നിട്ടും നിങ്ങളുടെ എന്താണ് ഉപയോഗിക്കുന്ന ഭാഷ മലയാളമായിട്ടില്ലല്ലോ എന്നാണ് ചോദിച്ചത് കുഞ്ഞുണ്ണി മാഷ്. അതുപോലെയാണ് ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? പഠിക്കാനുള്ള മാർഗമായി ആണോ അല്ലയോ? അതാണ് ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചോദിച്ച് വരുമ്പോ അവസാനം കുറച്ച് കഴിയുമ്പോ അച്ഛനും അമ്മയും എന്ത് പറയും? മിണ്ടാണ്ടിരിക്കാൻ പറയും. എന്താ കാരണം? ആൾക്കാർക്ക് ഉത്തരം അറിയില്ല. ടീച്ചർമാരും പറയും മിണ്ടരുത്. എന്താ കാരണം? അവർക്ക് ഉത്തരം അറിയില്ല. നിങ്ങൾ LKG ടീച്ചറോട് പോയി ചോദിക്കൂ, വേർ ഈസ് ലണ്ടൻ ബ്രിഡ്ജ്? ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്നൊരു കഥയില്ല ഇല്ലേ? എവിടെയാ ലണ്ടൻ ബ്രിഡ്ജ്? 10,000 റുപ്യ എന്റെ വകത്തരാം. ഇപ്പൊ പറയും എവിടെയാ ലണ്ടൻ ബ്രിഡ്ജ്. നാരായണൻകുട്ടി പറയും എവിടെയാ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10,000 റുപ്യ തരാം. ഞാൻ കാശ് കൊണ്ടാ വന്നിരിക്കുന്നത്. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കുറെ കാശ് കൊണ്ടു. ആകെ ഞാൻ തെറ്റിപ്പോയിട്ടുള്ളത് വടകര ഒരു സ്കൂൾ പോയപ്പോഴാണ്. ചാടി സ്റ്റേജിൽ വന്ന് എന്റെ 20,000 റുപ്യ ഒറ്റ ചോദ്യം പോയി. പിന്നെ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. അതൊരു ശ്ലോകം ചൊല്ലിയിട്ട് ഒരു പ്രാവശ്യം ചൊല്ലുള്ളൂ, റിപ്പീറ്റ് ചെയ്താൽ 1000 റുപ്യ തരാന്നോ. ഒരു പ്രാവശ്യം ചൊല്ലി എല്ലാം തട്ടോട്ടിട്ടുള്ള ഉമ്മമാരാണ്. ഏറ്റവും കൂടുതൽ ബൈഹാർട്ട് പഠിക്കാൻ കഴിവുള്ളവർ അവരാണ്. കാരണം എന്താ അറിയോ? ചെറിയ പ്രായം മുതൽ അർത്ഥമറിയാത്ത കുറേ സംഭവങ്ങൾ നിർബന്ധപൂർവ്വം പഠിപ്പിച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികൾ ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയം ഇല്ലാണ്ട് പറയും തട്ടോട്ടിട്ടുള്ള ഉമ്മമാരാണ്. ആ സ്കൂളിൽ ഫുൾ ഉമ്മമാരെയാണ്. എല്ലാവർക്കും തട്ടോട്ട്. ഇപ്പുറത്ത് വെള്ളത്തൊപ്പിയും 6 പിള്ളേര് ചാടിക്കേറി വന്നു. ഞാൻ പറഞ്ഞ അന്ന് 2,000 റുപ്യ 12,000 കൃത്യമായിട്ട് കൊടുക്കും. തെറ്റാതെ ചൊല്ലി ഞാൻ കൊടുക്കും. ഞാൻ അറിയില്ല ലണ്ടൻ ബ്രിഡ്ജ് എവിടെയാന്ന്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആണോ അല്ലയോ? ഇതാണ് എന്റെ ലോജിക്ക്. ഞാൻ അങ്ങനെയാണ് ആലോചിച്ചത്. ഞാൻ പഠിച്ചിട്ടില്ല. എന്റെ മക്കളെ LKG UKG പഠിക്കുമ്പോൾ അറിയാണ്ട് പഠിക്കേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇതെന്താ കഥ? ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എപ്പോ എഴുതിയതാ? 200 വർഷം മുമ്പ്. ഇപ്പോഴും താഴെ വീണുകൊണ്ടിരിക്കുമല്ലോ. വീണ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എവിടെ പോയത്? ഇപ്പോഴുള്ള ലണ്ടൻ ബ്രിഡ്ജ് ഏത് ലണ്ടൻ ബ്രിഡ്ജാ? ഇതിലൊരു റിസർച്ച് ആണ്. അപ്പൊ കണ്ടുപിടിച്ചു അമേരിക്കക്കാര് ലണ്ടനിൽ നിന്ന് അത് മേടിച്ച് അരിസോണയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോഴും LKG ടീച്ചർമാർ പഠിപ്പിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ. അത് തെറ്റാണ്. നമ്മൾ പഠിപ്പിക്കുന്ന ഒക്കെ തെറ്റാണ്. നിങ്ങളൊക്കെ മക്കളെ മോശമാക്കുന്ന അമ്മമാരാണ്. അച്ഛന്മാരധികം മോശമാക്കാറില്ല. കാരണം അവർ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ലല്ലോ. ഗേറ്റ് കടന്നാൽ പിന്നെ വീടൊന്നുമില്ല അവർ. The ladies have got good heart. Gents think that they have a good head എന്നാണ്. ആണുങ്ങളുടെ ധാരണ ഭയങ്കര ബുദ്ധിയുണ്ടെന്നാണ്. അവർ ലോകകാര്യങ്ങളൊക്കെ സംസാരിക്കുക, വീട്ടിലെ കാര്യം സംസാരിക്കില്ല. 2 പുരുഷന്മാർ കണ്ടാൽ ലോകകാര്യം സംസാരിക്കും. 2 അമ്മമാർ കണ്ടാൽ എന്താ സംസാരിക്കുക? വീട്ടിലെ കാര്യം സംസാരിക്കും അല്ലേ? അതുകൊണ്ടാണ് അമ്മമാർക്ക് ഹാർട്ട് ഉണ്ടെന്ന് പറയുന്നത്. മനസ്സുണ്ടെന്നല്ലേ?
ഇപ്പം ഉണ്ടെന്നറിയില്ല, ചില അമ്മമാർക്കൊക്കെ ഇപ്പൊ പുരുഷ സ്വഭാവമാണ്. പ്രത്യേകിച്ചും ഇപ്പം വീട്ടിലെല്ലാം ഭരിക്കുന്ന അവരാണ്. ഒരു സ്ത്രീ വന്നതിന് ശേഷം വലിയ കൂടും ഇപ്പൊന്നുമില്ല. കാരണം ഫ്രിഡ്ജ് മേടിച്ചതും അമ്മ, അച്ഛന് വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അയാൾ ആയിരിക്കും പിന്നെ എന്തിനാ ഇതിനൊക്കെ ഇടപെടുന്നത്. ആ അവസ്ഥയായിട്ടുണ്ട് കേരളം. നമ്മുടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്ന ഈ അമ്മമാരെ കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ ഭാവിയിൽ ഇത്തരം ചോദ്യങ്ങളില്ലാത്തവരായിട്ട് മാറും. അതുണ്ടാക്കേണ്ടത് ആണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്? ചോദ്യം ചോദിക്കാനുള്ള കഴിവാണ്. പിന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം പേനയും പേപ്പറും കയ്യിലുണ്ടാവും. ഇപ്പൊ എന്റെ ബാഗ് തപ്പിയാൽ കുറേ പേപ്പറും കാണാം, ഒരു 5-10 പേനയും കാണാം. ഏത് പണിക്കാരും നമ്മുടെ കൂലിക്കൊരാളെ പണിക്ക് വിളിച്ചാൽ അവരെന്ത് സാധനം കൊണ്ടാ വരിക? കൈ വീശിട്ടാ വരിക? ആയുധം കൊണ്ടുവരില്ല. കുട്ടികളുടെ ആയുധം എന്താ? പേനയും പേപ്പറും. ഇവിടെ എത്ര പേരുണ്ട് കുട്ടികൾ? അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന ഒരു ക്ലാസ് ഉണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്ര പേര് പേനയും പേപ്പറും കൊണ്ട് എഴുതി വെക്കുന്നുണ്ട്? ഇല്ല. നമുക്ക് ആ സ്വഭാവം ഇല്ല. പുത്തനൊരായുധമാണു നിനക്കി, എന്താണ്? പുത്തനൊരായുധമാണു നിനക്കി, ചെല്ലേ, പുത്തനൊരായുധമാണു നിനക്കി പുസ്തകം കയ്യിലെടുത്തോളൂ. പുസ്തകം കയ്യിലെടുക്കണം. ഇപ്പൊ പുസ്തകമില്ല, കമ്പ്യൂട്ടറേ ഉള്ളൂ. എഴുതാൻ കൃത്യമായിട്ട് ഏത് പരീക്ഷയ്ക്കും നമ്മൾ കമ്പ്യൂട്ടർ ലെവലൊന്നും ഒത്തില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ നമുക്കറിയാം. ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല, മഹാമോശമായിരുന്നു. ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആയിട്ട് ഈ നാരായണൻകുട്ടിയൊക്കെ ടാഗോർ വിദ്യാനികേതൻ പാസ്സായ ആളാണ്. അന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല സ്കൂൾ ടാഗോർ വിദ്യാനികേതനാണ്. ഞാൻ ആ ഭാഗത്ത് കൂടി ഒരു പ്രാവശ്യം പോയിരുന്നു 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് TC എന്നിട്ട് ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി. ഏറ്റവും മോശം കുട്ടിയായത്. എന്നിട്ട് അടുത്ത കാലത്ത് അവിടെ പോയി ക്ലാസ് എടുത്തു. നാരായണൻകുട്ടി ഉണ്ടായിരുന്നു കുട്ടികൾ ക്ലാസ് എടുക്കാൻ. കുറച്ച് കൊല്ലം മുമ്പോടെ A+ കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാനും എന്നെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദാരിദ്ര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ആളാണ് ഇപ്പൊ എന്തിനു വിളിക്കണത്? മനസ്സിലായോ? അതുകൊണ്ട് ഒരു കുട്ടിയെയും അവരുടെ ഇന്നത്തെ നില നോക്കിയിട്ട് അവരെന്താവും എന്ന് കാണരുത്. അവരിന്ന് എന്തായാലും കുഴപ്പമില്ല, നല്ല കയ്യിലെത്തിയാൽ അവർ നന്നാവും. ഞാനൊക്കെ അറിയാതെ നല്ല കൈകളിൽ എത്തിപ്പോയതാണ്. നല്ല മാഷായിരുന്നു നമ്മളെയൊക്കെ പഠിപ്പിച്ച മാഷന്മാർ. പക്ഷെ ആ മാഷന്മാരെടുത്ത് ഞാനൊക്കെ പൈൻറ്റൂർ കോളേജിൽ ക്ലാസ് കഴിഞ്ഞാൽ മാഷന്മാരുടെ പിന്നാലാണ് ചോദ്യം ചോദിക്കും. ഓരോ ചോദ്യവും ചോദിച്ച് ചില ഇംഗ്ലീഷ് മാഷന്മാരൊക്കെ അന്ന് BKC എന്നൊക്കെ പറഞ്ഞ മാഷും ബാലകൃഷ്ണ മാഷൊക്കെ എന്നെ ദേഷ്യമായിരുന്നു. കാരണം ഓരോ വാക്കും ഞാൻ ചോദിക്കും. എന്താ കാരണം അറിയോ? കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്. മാക്ബത്ത് ഒക്കെ പഠിക്കുന്ന സമയത്ത് മാക്ബത്ത് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് മലയാളത്തിലാക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്. മാഷ് നോക്കി വായിക്കണം, എനിക്ക് നോക്കി വായിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളം ടെക്സ്റ്റ് ഫുൾ ബൈഹാർട്ട് പഠിച്ചിട്ടായിരിക്കണം. പട്ടേരി മാഷൊക്കെ അന്ന് വന്നിട്ട് ശിഷ്യനും മകനും പഠിപ്പിക്കുമ്പോൾ മികവുടായി കുബേരവന്തനത്തിൽ സുഖനകമാകിയ താഴികക്കൂടങ്ങൾ പകൽ പകുതി കടന്ന നമസ്കരൻ തൻ പ്രകടപരീചകളാൽ തിളങ്ങി മിന്നി പല പല മണിവേടവൻ പാടും വിലസിരത്തൽ പുനരുദ്ധയിലൂടെ അലസരൻ മഹാത്രിതൻ കലക വിഭാവന അന്തണൻ കവി. ഇതിങ്ങനെ ബൈഹാർട്ടായിരിക്കും. മാഷ് ബുക്ക് നോക്കി വായിക്കുമ്പോൾ ബൈഹാർട്ടായിട്ട് മുമ്പിലിരുന്ന് എന്തിരിക്കും. അപ്പൊ നാളെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ മാഷിക്ക് ഇന്നലെ എവിടെയാണ് നിർത്തിയത്, അപ്പൊ ഇത് ചെല്ലാൻ വേണ്ടി മുമ്പിലിരിക്കും. ഞാൻ ചാൻസ് കിട്ടുമല്ലോ, മതി 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 എന്ന് പറയും. അത് നോക്കാണ്ട് ഇങ്ങനെ ചെല്ലാൻ പറ്റും. പ്രീ പ്രിപ്പറേഷൻ. നമുക്ക് ഒരു കാര്യത്തിന് പോകുമ്പോൾ അതിന് മുമ്പ് പഠിക്കാം. നിങ്ങൾക്ക് ഈ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ഡോക്ടർ TPS ആരാണെന്ന് അന്വേഷിച്ചിട്ടുണ്ട്? ഞാൻ ഇവിടെയുള്ള എല്ലാവരുടെയും പേര് വായിക്കും. ലാസ്റ്റ് അവരെ എപ്പോഴാണ് കണ്ടത് എല്ലാം പഠിച്ചിട്ടാ പോകും. ഒരു സെമിനാറിന്റെ നോട്ടീസ് വന്നാൽ ആ നോട്ടീസിന്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ പഠിക്കും. അങ്ങനെ പഠിക്കണം. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഒന്നും അറിയാതെ സിനിമ കാണാൻ പോകും. ആരാണ് അഭിനയിച്ചത്, എന്താണ് സിനിമയുടെ പേര്, ആരാ ഡയറക്റ്റ് ചെയ്തത്, അതിൽ ഏതൊക്കെ മ്യൂസിക് ഉണ്ട്, കംപ്ലീറ്റ് പഠിച്ചിട്ടാ പോവാം. ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികൾ ഏത് വിഷയത്തിൽ ഏത് ചാപ്റ്ററാന്ന് പോലും അറിയാറില്ലല്ലോ. അത് പഠിപ്പിക്കുകയാണ് ടീച്ചേഴ്സ് വേണ്ടത്. അപ്പൊ നമുക്ക് സംശയം വരും. അറിയാത്ത കാര്യത്തിൽ സംശയം വരില്ല, കുറച്ച് അറിയുമ്പോഴേ സംശയം വരും. അപ്പോൾ എല്ലാ അച്ഛനും അമ്മയും മക്കൾക്ക് കൃത്യമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ, പ്രാക്ടിക്കലായിട്ട് വരുത്താൻ. ഏത് കാര്യവും വെറുതെ നടന്നു പോകുമ്പോൾ ഒരു ബോർഡ് വായിച്ചാൽ ഉടനെ വായിക്കണം. ഒരു കുപ്പി കിട്ടിയാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇതെന്ത് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കാം. എന്ത് വെള്ളം എന്ന് പറഞ്ഞാൽ മേടിക്കാം? മിനറൽ വാട്ടർ. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കണം. അത് വായിച്ചു നോക്കിയിട്ട് ഇതുവരെ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവും. മിനറൽ അല്ല. ഒരു കാലത്ത് മിനറൽ ഉണ്ടായിരുന്നു, ഇപ്പൊ മിനറൽ ഇല്ല. അതുപോലെ നമുക്കറിയില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? വായിക്കട്ടെ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആർക്ക് വായിക്കാനാ?
ഓരോ പ്രോഡക്റ്റും വരുമ്പം അതിന്റെ പിന്നാലെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ, ജ്ഞാനം എന്നാണ് എന്റെ വീട്ടിന്റെ പേര്, ജ്ഞാനം. ആ വീട്ടിൽ വന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. വയസ്സ് എത്രയും കുട്ടി? 4 വയസ്സായാൽ എനിക്കൊരു ചോക്ലേറ്റ് തരാം, 3 വയസ്സാണെങ്കിൽ തരാൻ പറ്റും. കാരണം ആ ചോക്ലേറ്റിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് നോട്ട് ഫോർ ലെസ് ദാൻ 3 years. അത് അമേരിക്കയിൽ നിന്ന് മേടിച്ചൊരു ചോക്ലേറ്റ് ആണ്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിക്കില്ല. വായിക്കാതെ ചെറിയ കുട്ടികൾക്ക് കൊടുത്താൽ എന്ത് പറ്റും? ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാവുക. ആരെങ്കിലും വായിക്കാറുണ്ടോ ഓരോ ചോക്ലേറ്റിന്റെയും എല്ലാ ഡീറ്റെയിൽസ്? കൃത്യമായിട്ട് വായിക്കും, വേറെ പണിയൊന്നുമില്ല. അതാണ് വിദ്യാഭ്യാസം. നമുക്ക് ചുറ്റുമുള്ള എല്ലാ സംഭവങ്ങളും അറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് മാറും. ആ കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ കഴിവുള്ളവരെയാണ് നാളെ. ഞാനിപ്പോൾ സിവിൽ സർവീസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. കുറേ കുട്ടികളുണ്ട്. എൻ്റെ ഒരു ബുക്ക് തന്നെയുണ്ട്, സിവിൽ സർവീസ് ബ്രില്യൻസ് ഹാൻഡ് ബുക്ക്. എൻ്റെ വെബ്സൈറ്റിൽ പോവുക, ഡോക്ടർ TPS അടിക്കുക, സിവിൽ സർവീസ് IAS അടിക്കുക, ആ ബുക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നും വിൽപ്പനക്കല്ല, ഒക്കെ ഫ്രീ ആയിട്ട്. കാരണം ഞാൻ നേടിയ എല്ലാ വിദ്യാഭ്യാസവും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഇതൊന്നും വിറ്റ് കാശുണ്ടാക്കാനുള്ള ദാരിദ്ര്യം എനിക്കില്ല. ആവശ്യത്തിലുള്ള കാശ് ഇപ്പോഴും. പെൻഷനറാണ്, പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്. വൈഫിന് ജോലിയുണ്ട്. വൈഫും ISR ഒരു ഡയറക്ടറാണ്. 2 മക്കളുണ്ട്. 2 മക്കൾക്കും പുറത്ത് ജോലിയുണ്ട്. ഞാനിതിനെ കഷ്ടപ്പെടുന്നത്. അപ്പൊ ക്ലാസ് എടുക്കുക, അതിൽ കിട്ടുന്ന 1-2 നല്ല അറിവ് നേടാൻ ആഗ്രഹമുള്ള കുറച്ച് കുട്ടികളെ അറിവ് നേടാൻ വേണ്ടി മാറ്റുക. അങ്ങനെ കുറേ വിദ്യാഭ്യാസം ഏത് തരത്തില്. ആ അറിവ് എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് IAS പ്രിപ്പറേഷൻ വരുന്ന സമയത്ത് ഞാൻ ആദ്യം കുട്ടികളോട് പറയാം, ചായ ഉണ്ടാക്കി തരാം. IASന് വരുന്ന ചായ ഉണ്ടാക്കണം, ആദ്യം അത് പഠിക്കുന്നുണ്ട് ബാക്കി കാര്യം. അങ്ങനെ പഠിപ്പിച്ചു വിട്ടവർ അമേരിക്കയിൽ പോയി നിൽക്കുമ്പോഴാണ് അപ്പോഴാണ് മനസ്സിലായത്, ഓ ഇതാണ് ആവശ്യം. കാരണം ഇവിടെയൊക്കെ പിന്നെ നമുക്ക് സർവൻസിന് കിട്ടുള്ളൂ. അമേരിക്ക പോയാൽ സർവൻസിന് കിട്ടില്ല. സ്വന്തം തന്നെ ഉണ്ടാക്കണം, സ്വന്തം തന്നെ പാത്രം കഴുകണം, സ്വന്തം തന്നെ വീട് അടിച്ചു തുടക്കണം. അത് ചെയ്യാതെ പഠിപ്പിക്കാതെ വളർത്തിയാൽ എന്ത് പറ്റും? അമേരിക്കയിൽ എത്തുമ്പോൾ പ്രശ്നമാവും. ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ കുട്ടികൾ മാഷന്മാരെ സാർ 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 എന്നല്ല വിളിക്കുക. അമേരിക്കയിൽ പോയിട്ട് സാർ എന്ന് വിളിച്ചാൽ ഉടനെ ടെർമിനേഷൻ ഇട്ടുന്നത് പുറത്തു വിടും. കാരണം സർ എന്നുള്ളത് ബ്രിട്ടീഷുകാർ കൊടുത്തൊരു ടൈറ്റിലാണ്. അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും എപ്പോഴും ഇതുപോലെയാണ്. അപ്പൊ സർ എന്ന് വിളിക്കുന്ന അമേരിക്കയിൽ ഇഷ്ടമല്ല, പേരെ വിളിക്കാവും. ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പല കുട്ടികളോട് പറയും, പഴയ ആൾക്കാരൊക്കെ സാർ എന്നൊക്കെ വിളിച്ചോട്ടെ, പക്ഷെ പുതിയ ആൾക്കാരൊക്കെ വിളിക്കരുത്, പേര് മാത്രം വിളിക്കാം. ടീച്ചർമാരുടെയും പേര് വിളിക്കണം. എനിക്ക് എൻ്റെ പേര് വിളിക്കുന്നതാണ് സാർ വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം. കാരണം എല്ലാവരും കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് സാർ. ഈ ഒരു മാറ്റം കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ, ബ്രിട്ടീഷുകാർ പോയിട്ടും ഇത്രയും വർഷമായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ഇപ്പോഴും ഏത് സ്റ്റാൻഡേർഡാ? ബ്രിട്ടീഷുകാരുടെ സ്റ്റാൻഡേർഡിൽ എത്താൻ തുടങ്ങിയിട്ടുള്ളൂ. അത് മാറും. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷെ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഏത് ഭാഷ പഠിക്കണം? ഞാനിപ്പോ കേരളം വിട്ടിട്ട് എത്രയോ 10-40 കൊല്ലം, 86 വിട്ടതാണ്. എന്നാലും നമുക്ക് പറയാനുള്ള ഭാഷ വായിക്കാൻ. എൻ്റെ 2 മക്കളും കേരളത്തിന് വെളിയിലാണ് പഠിച്ചത്. പക്ഷെ അവർക്ക് എഴുതാനും വായിക്കാനും അവരുടെ റിസർച്ച് നടത്തിയൊക്കെ കേരളത്തിനെ കുറിച്ച് കേരളത്തിലെ ലൈബ്രറി ഉപയോഗിച്ച് വായിച്ചതാണ്. എത്ര ഭാഷകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? അത്രയും ഭാഷകൾ പഠിക്കും. അപ്പോഴാണ് ജീവിതത്തിലെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും, നമ്മളിപ്പോൾ ചില ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടി ദുബായിലൊക്കെ പോയിട്ട് കുറേ കുട്ടികൾ ഇരിക്കുമ്പോൾ ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം കാണാൻ, എന്താ പറയുക സന്തോഷം. ആ ഇൻഷാ അല്ലാ എന്നൊരു വാക്ക് കേട്ടാൽ മതി, സന്തോഷമായി, നമ്മുടെ ആളാന്ന് തോന്നും. അപ്പൊ നമുക്ക് ഓരോരാളുടെയും ഭാഷ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ബംഗാളിൽ പോയിട്ട് ബംഗാളിയിൽ പറയുമ്പോൾ എല്ലാ കളക്ടർമാരും വ്യത്യസ്ത നാട്ടിൽ നിന്ന് വരുന്നവർ ആദ്യം പഠിക്കുന്ന ഭാഷയാണ്. അത് റെസ്പോൺസിബിൾ ആയിട്ട്, എന്താണ് വാക്ക്? ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറാണ്. അപ്പൊ ജീവിതത്തിൽ എന്താ വേണ്ടത്? ഉത്തരവാദിത്വ ബോധം. നമുക്കുള്ളത് എന്താണ്? റിയാക്ഷൻസ് ആണ്. പ്രതികരണശേഷി ഇല്ലാത്ത ജനങ്ങളെന്നൊക്കെ അത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ ഇല്ലയോ? പ്രതികരണശേഷിയുള്ളവരാവണം. തെറ്റാണ്. പ്രതികരണശേഷി അല്ല വേണ്ടത്, ഉത്തരവാദിത്വ ബോധമാണ്. എപ്പോഴാണ് ഉത്തരവാദിത്വം? റെസ്പോൺസ് അതുള്ളവരെയാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളവരെ എന്ന് പറയാം. നമ്മൾ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവാം, റെസ്പോൺസിബിലിറ്റി ഉള്ളവരാവും. അപ്പോഴാണ് ഒരു വ്യക്തി ഒരു സിറ്റിസൺ ആയിട്ട് മാറും. ഒരു സാധാരണ ഒരു വ്യക്തി ഒരു സിറ്റിസൺ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറണം. അത് സ്കൂളിന്റെയോ കോളേജിന്റെയോ മാത്രം ഗുണമല്ല, പാരമ്പര്യത്തിന്റെയോ തറവാട്ടിന്റെയോ ഗുണമല്ല. അത് തീരുമാനിക്കുന്നത് കൂട്ടുകെട്ടാണ്. നമ്മൾ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവം ഉണ്ടാവുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഭാരതീയ ശാസ്ത്രത്തിലെ മഹാഭാരതത്തിന്റെ ഒരു കഥയാണ്. മഹാഭാരതത്തിൽ 2 ആൾക്കാരാണ് വൈരികളായിട്ട് യുദ്ധം നടത്തുന്നത്, ധർമ്മപുത്രരും ദുര്യോധനും. ആണോ അല്ലയോ? അവർ ഒരേ ഫാമിലിയിൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ ഫാമിലി ആണോ നിങ്ങളെ നല്ലവരും ചിന്തവരാക്കുന്നത്? അല്ല.
അവർ പഠിച്ചത് ഒരേ ഗുരുവിന്റെ കീഴിലാണ്, ഒരേ മാഷാ പഠിപ്പിച്ചത്, ഒരേ പ്രൊഫസറാ പഠിപ്പിച്ചത്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന മാഷന്മാരാണോ നിങ്ങൾ നല്ലതും ചിന്തയാക്കുന്നത്? അതുമല്ല. പിന്നെ ആരാ? ധർമ്മപുത്രരുടെ ഏറ്റവും നല്ല സുഹൃത്താരായിരുന്നു? ആരായിരുന്നു അഡ്വൈസർ? ശ്രീകൃഷ്ണനായിരുന്നു. ദുര്യോധന്റെ അഡ്വൈസർ ആരായിരുന്നു? ശകുനിയായിരുന്നു. അല്ലേ? അപ്പൊ നമ്മളെ നല്ലതും ചീത്തയാക്കുന്ന ആരാ? നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ നമ്മുടെ കുട്ടികള് ഏറ്റവും നല്ല കൂട്ടുകാരുടെ കൂടെ പോകണം. എന്തുകൊണ്ടാണ് ദുര്യോധനൻ ശകുനിയുടെ കൂടെ പോയത്? അച്ഛൻ അന്ധനായതുകൊണ്ടാണ്. എല്ലാ അച്ഛന്മാരും അന്ധന്മാരാണ്. ഇനി അച്ഛൻ അന്ധനാണെങ്കിൽ അമ്മ എന്ത് ചെയ്യണം? കണ്ണ് തുറന്ന് പ്രവർത്തിക്കണം. അതല്ലേ വേണ്ടത്? ഈ ഗാന്ധാരി എന്താ ചെയ്തത്? ഭർത്താവിന് കണ്ണ് കാണില്ലെങ്കിൽ ഭാര്യ എന്താ ചെയ്യേണ്ടത്? കണ്ണ് തുറന്നിരിക്കല്ലേ വേണ്ടത്? എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കൂ. അവരെ കണ്ണ് കെട്ടി. അച്ഛനും അമ്മയും കണ്ണടച്ച് ഇരുട്ടാക്കാന്നുള്ള സ്വഭാവമുണ്ട്. അങ്ങനെയായി എന്ത് ചെയ്യും? 100 കുട്ടികൾ ഉണ്ടാക്കും. അതന്നെ സംഭവിച്ചത്. ഈ 100 കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ ഏത് വഴിക്കാൻ പോകണമെന്ന് വല്ലവർക്കും നോക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവരെങ്ങനെയായി പോയത്. എന്ത് നല്ലൊരു കഥയാന്ന് നോക്കും. പക്ഷെ ഇങ്ങനെ നിങ്ങളാരും ഭാഗവത സപ്താഹത്തിൽ വെക്കില്ല കേട്ടോ. ഇത് എനിക്ക് മാത്രം കിട്ടുന്ന ചില, അതിൻ്റെ ഇടയിലേക്കൂടെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫിലോസഫികളാണ്. നമ്മൾ അറിയേണ്ടത് അതിൽ നിന്ന് എന്ത് നല്ല അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. ഓരോ പുസ്തകവും വായിക്കുമ്പോൾ അതിനെ ബ്ലൈൻഡായിട്ട് എതിർക്കുന്ന കുറേ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തിനാ വെറുതെ എതിർത്ത് സമയം കളയണം? നമ്മുടെ എനർജി ഏതിലേക്ക് പോകണം? നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടാനുണ്ടോ, അതിൽ നിന്ന് എന്തെങ്കിലും അറിവ് എനിക്ക് പകർത്താൻ സാധിക്കുമോ എന്ന് ശ്രദ്ധിക്കുന്ന കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരായി. അതല്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, ഒരു മനുഷ്യന്റെ രൂപത്തിൽ അതാ ഒരു മൃഗം പോകുന്നു എന്ന് പറയും. ഇരുകാലി മൃഗം എന്ന് കേട്ടില്ല, അതേപോലെ ആവും. അതുകൊണ്ട് ആഹാര, നിദ്ര, ഭയ, മൈഥുനം ഇതെല്ലാ ജീവികൾക്കും ഒരേപോലാണ്. ജ്ഞാനം നരാണാം അധികോ വിശേഷോ. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവെന്താണ്? അറിവ് നേടുക എന്നുള്ളത്. ജ്ഞാനേബിഹീന, അറിവില്ലാണ്ടിരുന്നാൽ പശുഭി സമാന, നിങ്ങൾ മൃഗത്തിന് തുല്യമാവും. അതുകൊണ്ട് മൃഗമായി ജീവിക്കാതെ ഓരോ നിമിഷവും പഠിക്കാനും വായിക്കാനും വളരാനും ഒക്കെ സാധിക്കുന്നവരായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആശീർവദിക്കാനെന്നുള്ള പ്രായമായിട്ട് എന്നെക്കാളും ഇതൊന്നും കണ്ടിട്ട് എൻ്റെ പ്രായം തീരുമാനിക്കണം. നിങ്ങളെക്കാളൊക്കെ ചെറുപ്പമുള്ളൊരു മനുഷ്യനായി. ഓക്കെ, 2053 വരെയൊക്കെ ഞാൻ ജീവിക്കും. ഇനിയും കുറേ കാലം പോകാൻ. ഇനിയും 30 കൊല്ലം ചാവാതെ ഞാൻ ജീവിക്കും. നിങ്ങളിൽ ആരെ ഉണ്ടാവുമെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. പണ്ടൊരു നമ്മുടെ ഒരു പഴയ നേതാവ് പറഞ്ഞിട്ട്, എൻ്റെ മോൻ ചത്ത എന്നെ ആരാ നോക്കാന്ന് എൻ്റെ ഭയം. പിന്നെ അയാൾക്ക് ഗ്യാരണ്ടിയാണ് ഞാൻ കുറേ കാലം ജീവിക്കുന്നത്. അതുപോലെയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാം, എന്ത് വേണമെങ്കിലും ആവട്ടെ. ഈ ചില പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എനിക്ക് പ്രഭാഷണം ആദ്യം തരും. എന്താ അറിയും? ഗസ്റ്റ് വരുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കാം. കരീംനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റാണ് വേണ്ടത്. നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം 10 മണിക്ക് തുടങ്ങണം. 10 മണിക്ക് എല്ലാവരും എത്തി. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള വളണ്ടിയേഴ്സാണ്. അവരൊക്കെ വന്നിരിക്കുകയാണ്. ലഗേജൊക്കെ പുറത്ത് വെച്ചിട്ടേ ഉള്ളൂ. റൂമിലൊന്നും അലോട്ട് ചെയ്ത് പോയിട്ടില്ല. കാരണം അലോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ചീഫ് ഗസ്റ്റ് വന്നാലോ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. 10 മണിക്ക് വരുന്നു പറഞ്ഞു. കുറച്ച് മുമ്പ് വിളിച്ചു പറഞ്ഞു 11 മണിക്ക് വരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകും, എന്നാൽ പ്രഭാഷണം തുടങ്ങിക്കോളാം, ക്ലാസ് തുടങ്ങി. അയാൾ വരുന്നത് വരെ പ്രഭാഷണം പറ്റുമോ? ഇടയിൽ നിർത്തിയ പ്രശ്നമാവുന്നു. ഒന്നും ആവാത്ത. എത്ര മണിക്കാണ് വരുമെന്ന് പറയും? 4 മണിക്ക്. 11 മണി മുതൽ 4 മണി, 5 മണിക്കൂർ പ്രഭാഷണം. 48 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ചില ക്ലാസ്സൊക്കെ അങ്ങനെയാണ്. ചില ക്യാമ്പ് നടത്തുമ്പോൾ 2 ദിവസത്തെ ക്യാമ്പ്. ഇപ്പൊ പിള്ളേർ ചോദിക്കും തലയണ കൊണ്ടുവരണോ, ബെഡ്ഷീറ്റ് കൊണ്ടുവരണോ, മാറാനുള്ള ഡ്രസ്സ് കൊണ്ടുവരണോ? ഉറങ്ങാനല്ലേ ഇതൊക്കെ ആവശ്യമുള്ളൂ അല്ലേ? ഉറങ്ങാത്തവർക്ക് ഇതൊന്നും വേണ്ടല്ലോ. നിങ്ങളുടെ മധ്യപ്രദേശ് വർക്ക് ചെയ്യുമ്പോൾ ഉത്തർപ്രദേശ് വർക്ക് ചെയ്യില്ല, ഉത്തർപ്രദേശ് വർക്ക് ചെയ്യുമ്പോൾ മധ്യപ്രദേശ് വർക്ക് ചെയ്യില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിന്തയുള്ളൂ. അപ്പോൾ വിശപ്പൊക്കെ മാറ്റി നിർത്തി സുഖമായിട്ട് പഠിക്കുന്ന കുറേ പിള്ളേർ എനിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതൊന്നും അറിയാറില്ല, സമയമേ അറിയില്ല, ഇങ്ങനെ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അധികം പ്രസംഗിയാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇനി ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയം എഴുതുക, ഡോക്ടർ TPS അടിക്കുക, യൂട്യൂബിൽ നോക്കുക, ഉറപ്പായിട്ടും അതുണ്ടാവും. കാരണം ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യവും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. കുറേ ചോദ്യങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി, എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കും, അവരുടെ ഇൻ്റർവ്യൂ, അതൊക്കെ അതിനകത്തുണ്ട്.
ഇനി അങ്ങനെ അല്ലാതെ എപ്പോഴെങ്കിലും കിട്ടുമ്പോഴാണ് സന്തോഷം. ഓ, കരിവള്ളൂർ നല്ല സ്ഥലമാണ് കേട്ടോ. എന്താ കാരണം? ഒരു ചോദ്യം, നല്ല ചോദ്യം കിട്ടി. അതുകൊണ്ട് ചോദിക്കാം. ഞങ്ങൾ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ 6 5 4 3 2 1 0 വിശ്വം വന്ന് വിടുന്ന പോലെയാണ്. ഞാൻ ഇപ്പൊ എണ്ണാൻ തുടങ്ങും 6, അല്ലെങ്കിൽ ഇപ്പൊ നിർത്തിയിട്ട് ഞാൻ പോകും. വരട്ടെ. ഒരു ചോദ്യം, പേരില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. 6 5 4 come on 3 2 മാറണ്ട. എന്റെ അഭിപ്രായത്തിൽ സിസ്റ്റം മാറണ്ട, ടീച്ചർമാർ മാറിയാൽ മതി. മാറണം, അവരെ ട്രെയിൻ ചെയ്യണം. ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു, അതിൽ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ട് വേണ്ടേ ഇത് തുടങ്ങാൻ. ഇതേ അവസ്ഥ നമ്മൾ ഇപ്പോഴും തറയിലും പറയലുമാണ്. തറ എന്ന് പറയാനാ പഠിപ്പിക്കണം, ജീവിതത്തിൽ തറയാവണമെന്ന് ആദ്യം പഠിപ്പിക്കണം. അറിയില്ല, അതേ അവസ്ഥയാണ്. എന്താ ചെയ്യാ? അതുകൊണ്ടാണ് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, അത് പല സ്ഥലത്തും പോയിട്ട് സ്ഥാപിച്ചിട്ട് ആർക്കെങ്കിലും ബിസിനസ് എഡ്യൂക്കേഷനിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ CBSE എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാണില്ലേ? LKG അഡ്മിഷൻ താഴത്ത് CBSE എന്ന് ബ്രാക്കറ്റിൽ എഴുതും. എഴുതാറുണ്ടോ ഇല്ലയോ? CBSE എന്ന് പറഞ്ഞ അർത്ഥം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. എപ്പോഴാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ തുടങ്ങുക? 9ാം ക്ലാസ്സിൽ. അപ് ടു 8ാം ക്ലാസ് സിലബസ് ഇല്ലാതെ പഠിപ്പിക്കണം എന്നാണ് ഗവൺമെന്റിന്റെ റൂള്. എന്നാൽ ഏത് സ്കൂളാണ് 10ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ അല്ലാത്ത സ്കൂളുകൾ പോലും CBSE എഴുതിയിട്ട് എത്ര മണ്ടന്മാരാണ് അവരുടെ കുട്ടികൾ 1ാം ക്ലാസ് CBSE സിലബസ് എന്ന് പറഞ്ഞു നടക്കുന്നത്? ആലോചിച്ചു. ഇതാണ് നമ്മുടെ പബ്ലിക് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ CBSE സ്കൂളിലും പോയാൽ പറയും 9ഉം 10ഉം ആണെങ്കിൽ ഞാൻ CBSE ക്ലാസ് എടുക്കും. അതിന് മുമ്പുള്ളതാണെങ്കിൽ നോ സിലബസ്. കളിക്കാൻ പഠിപ്പിക്കും, അതാ വേണ്ട. ഞാനൊക്കെ ശരിക്കും കളിച്ച് തകർത്തിട്ടുണ്ട് ജീവിതം. 8ാം ക്ലാസ്സിലൊക്കെ ഏറ്റവും മോശമാവാൻ കാരണം 7ാം ക്ലാസ് വരെ ശരിക്കും ഉഴപ്പിയത് കൊണ്ടാണ്. അവിടെ ഉഴപ്പിയത് കൊണ്ടാണ് ഇപ്പൊ നന്നായത്. അവിടെ ഉഴപ്പാത്തവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവസാനമാകുമ്പം ഒരു ധൈര്യമില്ല, ഒരു കാര്യത്തിനും സ്വന്തമായ അഭിപ്രായം. ആരെങ്കിലും പറയുന്നത് ഏറ്റുപാടും. അതാണല്ലോ രാഷ്ട്രീയം. ഞാൻ നവോദയ വിദ്യാലയ CBSEയുടെ ഏറ്റവും നല്ല സ്കൂൾസ് നവോദയ വിദ്യാലയമാണ്. നവോദയ വിദ്യാലയയുടെ ട്രെയിനിങ് സെന്റർ ഗോവയില കൺകോണയിലാണ്. എൻ്റെ ക്ലാസ്മേറ്റ് രാധാകൃഷ്ണനാണ് അവിടുത്തെ ഡയറക്ടർ. ആ സമയത്ത് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ നവോദയ വിദ്യാലയത്തിലെ സ്കൂൾസിന്റെ ഹെഡ് മാസ്റ്റർമാര്, സൂപ്രണ്ടർമാര് ഈ CBSE സിലബസ് മാറ്റുമ്പോഴൊക്കെ അവർ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഒരു ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിലാണല്ലോ എടുക്കുക. +1 +2 ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനുള്ള മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. എൻ്റെ വിഷയം അതാണ്. അത് ചായ ടൈം വരെ 9 മണി മുതൽ 10 10:30 വരെ ക്ലാസ് എടുത്ത് 1.5 മണിക്കൂർ. അത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് നമുക്ക് കുച്ച് ചെയ്യാത്ത സാബ് സിർഫ് ഹിന്ദി ജാനത്തെ. ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കേണ്ട ടീച്ചർമാരാണ് പറയുന്നത്. അവർക്ക് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു സംഭവം അവർക്ക് മനസ്സിലായി. കാരണം ഇംഗ്ലീഷ് മീഡിയമാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷ് അറിയാം. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കുന്ന എത്ര ടീച്ചർമാര് 12 ടെൻസ് തെറ്റാതെ പറയും. നിങ്ങൾ പിടിച്ചോണ്ട് ഒരു 5000 റുപ്യ കൊടുക്കും, 12 ടെൻസ് പറ്റാതെ പറയണം. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പയ്യന്നൂര് കുറേ പാരലൽ കോളേജില് BSc കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ്. അന്ന് റണ്ടൻ മാർട്ടിന്റെ ഗ്രാമർ ബുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പാരങ്ങൾ പഠിക്കാറുണ്ട്. I take, I have taken, I have taken, I have been taking, I took, I was taking, I had taken, I had been taking, I shall take, I shall be taking, I shall have taken. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ പഠിക്കണില്ല. അപ്പൊ ആരുടെ കുറ്റം? ടീച്ചേഴ്സ്. എന്തുകൊണ്ടാണ് ടീച്ചേഴ്സ് മോശമായത്? കാരണം ഓൾ പാസ് സിസ്റ്റം വന്നതിന് ശേഷമുള്ള ആ ചെറുപ്പക്കാരാണ് ഇപ്പൊ ടീച്ചേഴ്സായി മാറിയത്. അപ്പൊ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ ഇന്നലെ കണ്ട് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഒരു കുട്ടി MSc സ്പേസ് സയൻസ് ആണ് ചെയ്യുന്നത്. എന്നോട് പരീക്ഷ കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു 5 ചോദ്യത്തിൽ 3 എണ്ണം ഞാൻ പഠിച്ചിട്ട് പോയതാണ്. ഞാൻ കട്ട് ദ ഫോൺ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. 5 ക്വസ്റ്റ്യനിൽ 3 എണ്ണം പഠിച്ചാൽ ഫുള്ള് കിട്ടും. അതുകൊണ്ട് അത് മാത്രം പഠിച്ചു പോയി. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ. 5ഉം പഠിച്ച് പോയവർ എന്നോട് സംസാരിച്ചാൽ 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ടീച്ചർമാർ ആദ്യം എന്താ പറയാ? ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും, അത് പഠിച്ചാൽ മതി. അവരെന്നെ തീരുമാനിക്കും. പിന്നെ ഇതിനെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയേ, പിന്നെ എന്തിനാ നിങ്ങൾ NCERT ടെക്സ്റ്റ് പഠിപ്പിക്കണം എന്ന് പറയണം. അപ്പൊ ഇവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ?
പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല കുട്ടികളെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ലൈഫ് മാനേജ്മെന്റ്. ജീവിതം എങ്ങനെ സാധ്യമാക്കണം എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഭാവി കുട്ടികളുടെ വളരെ ശോചനീയമായി മാറും. വളരെ ശോചനീയമായി. എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ സ്ഥിതി അതാണ്. മാനേജ്മെന്റ്, ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പം തെലുങ്ക് നാട്ടിലൊക്കെ ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. 25 ജനുവരിയാണ് ഞാൻ ഒരു വൈവക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, റേപ്പു നാളെ തെലുങ്കിൽ ചോദിക്കണം, ഇംഗ്ലീഷ് ചോദിച്ചാൽ ആൾക്കാർ മനസ്സിലാവില്ല. നാളെ എന്താണ് പ്രാധാന്യം? 25 ജനുവരിയാണ് ഞാൻ ചോദിക്കുന്നത്. നാളെ എന്താണ് ഇന്ത്യയുടെ പ്രാധാന്യം? അറിയില്ല. എന്നിട്ട് ഞാൻ ഓപ്ഷൻ കൊടുത്തു, തെലുങ്കിൽ തന്നെ, ഗണതന്ത്ര ദിനമാ സ്വാതന്ത്ര്യ ദിനമാ? സ്വാതന്ത്ര്യ ദിനാണോ ഗണതന്ത്ര ദിനാണോ? ഉടനെ സ്വാതന്ത്ര്യ ദിനം എന്നാ പറയണം. MBA പാസ്സായ ഒരാൾക്ക് ഞാൻ 7ാം ക്ലാസ്സിലെ കുട്ടികൾ, നമ്മളൊക്കെ MBAക്ക് പ്രൊഫസർമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഞാൻ MBA ഹെഡൊക്കെ ആയിരുന്ന സമയത്ത് ഇന്ത്യയുടെ പടം 7ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ ബോംബെ, ഡൽഹി ഒക്കെ മാപ്പ് അത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിൽ ഡൽഹി കാണിച്ചു തരാൻ പറഞ്ഞു. MBA ആണ്, പ്രൊഫസറാണ്, അപ്പോയിന്റ്മെന്റ് പ്രൊഫസറായിട്ട് കൊടുക്കണം. അവന് ഡൽഹി എവിടെയാണെന്ന് അറിയാം. ആ വിചാരിച്ച നമ്മളെ സിലബസിലുള്ളത് ചോദിക്കുന്നതാണ്. സിലബസിലല്ല ചോദിക്കരുത്. സിലബസിൽ ഇല്ലാത്ത സംഭവം അറിയുന്നവർക്ക് മാത്രമേ ജോലി കൊടുക്കാം. അപ്പൊ പഠിക്കണം. എന്തും ഓരോ ചെറു വസ്തുവിലും എന്തിന്ന ധീരത എന്ന് പാട്. എന്തിന്ന ധീരത ഉറക്കെ. ഒരു ധൈര്യമില്ലാത്ത ആൾക്കാരാണ് അവരോട് ഞാൻ എന്തിന്റെ ധീരത ഉറക്കെ പാടും. ഇത് റെക്കോർഡാവുണ്ട്, കരിവള്ളൂരിൽ നാണക്കേടാവും. ഞാൻ 3-4 പ്രാവശ്യം കരിവള്ളൂർ എന്ന് പറയുന്നത് കേട്ടോട്ടെ ചിട്ട. എന്തിന്ന ധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. എല്ലാം നമ്മൾ പഠിക്കണം. എല്ലാം പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴുള്ള ആ ഒരു സ്വഭാവം കുട്ടികളിൽ ഇല്ല. സെലക്റ്റീവാണ്. അവിടെയാണ് നമ്മുടെ ബോധമില്ലായ്മ. സിലബസ് ഉണ്ടാക്കി കൊടുത്തു, എല്ലാം പഠിക്കണ്ട, അത്യാവശ്യമുള്ളത് പഠിച്ചാൽ മതി. എന്തപ്പോൾ അത്യാവശ്യമുള്ളത് അങ്ങനെ ഒരാൾക്ക് ഒന്നും പഠിക്കണ്ടേ? ചിലർ വിളിച്ചു ചോദിക്കും, പക്ഷെ എന്ത് പഠിച്ചാലാ ജോലി കിട്ടാൻ? ഞാൻ ഒന്നും പഠിക്കണം, നീ ഇപ്പൊ വാ, എപ്പോൾ ജോലിയാണ്. നല്ലോണം പഠിക്കുമ്പോഴാണ് ജോലി കിട്ടാണ്ടിരിക്കുക. അറിയോ, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ബിടെക് ആണ് അഡ്വർടൈസ്, എംടെക്കാർ അപ്ലൈ ചെയ്ത് അപ്പം അവർ റിജക്ട് ചെയ്യും. ബിടെക്കാരേ എടുക്കുള്ളൂ. കാരണം അധികം പഠിച്ചാൽ പണിയേയില്ല. കാരണം ബിടെക്കും എംടെക്കും ഇരുന്നിട്ട് നമ്മൾ പണി കൊടുക്കുമ്പോൾ ബിടെക്കാരൻ ചെയ്യുന്ന പണി എംടെക്കാരൻ ചെയ്യില്ല. അവന് ചേരെ കുറച്ചും കൂടി ഹയർ കൊടുക്കണം. അത് കൊടുക്കാൻ നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യും? വേണ്ട, അവരെ വിളിച്ചിട്ട് ഫെയിലിയർ ആണ്. അപ്പൊ ഹയർ ക്വാളിഫിക്കേഷൻ അല്ല വേണ്ടത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ള സ്കിൽ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. ഇതിനേക്കാളും അത്യാവശ്യം വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളോടും നമുക്ക് എങ്ങനെ, എന്ത് ചെയ്യണം, എന്തിനു ചെയ്യണം എന്നുള്ള ചോദ്യം നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കാം. എന്തിനാ പഠിക്കണേ? തിരകൻ ചോദിച്ചില്ലേ ഏതോ ഇല്ലേ, എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചാൽ എന്തിനാ പഠിക്കണമെന്നല്ല ചോദിച്ചത്, എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കും. നമ്മളിപ്പോ എന്തിനു പഠിക്കുന്നു എന്ന് അറിയുള്ളൂ, അത് പോരാ. ബിടെക്, BA, BSc എല്ലാത്തിലും ഉള്ളത് ബി എന്ന വാക്കാണ്, ആണോ അല്ലയോ? എന്താണ് ബി? എന്താണ് ബാച്ചിലർ എന്ന് പറഞ്ഞ അർത്ഥം? ബാച്ചിലർ ഇൻ ടെക്നോളജി. എന്താണ് ബാച്ചിലർ എന്ന് പറഞ്ഞ അർത്ഥം? ഇതുപോലും അറിയാതെയാണ് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുന്നത്, ആണോ അല്ലയോ? ഇന്നലെ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ടെക് എന്നുള്ളതിന് അർത്ഥം എന്താണ്? പണ്ട് BA അത് എഞ്ചിനീയറിംഗ് മാറ്റി ടെക്നോളജി ആക്കാൻ എന്താ കാരണം? അറിയില്ല. സയൻസ് എഞ്ചിനീയറിംഗ് ആയി, എഞ്ചിനീയറിംഗ് ടെക്നോളജി ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവരാണ് ബിടെക് ആയിട്ട് നടക്കുന്നത്. ബിടെക് മാത്രമേ ഉള്ളൂ, ഉള്ള ടെക് ചെയ്ത് നടത്തും, അത് മാത്രമേ ഉള്ളൂ കാര്യം. ബാച്ചിലർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആരുടെ സിനിമയാണ് ക്രോണിക് ബാച്ചിലർ? വേറൊരു സിനിമ ഉണ്ടല്ലോ, ബ്രഹ്മചാരി, ഇല്ലേ? മിസ്റ്റർ ബ്രഹ്മചാരി, ഇല്ലേ? ഞാൻ സിനിമ ഇഷ്ടമുള്ള ഒരാളാണ്. സിനിമയിലൊക്കെ ഇടയ്ക്കൊക്കെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇവിടെ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഒക്കെ ഡോക്യുമെന്ററി ഇറക്കിയത് ഞാൻ. നമ്മൾ പഠിക്കണം. ആ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മചാരി എന്നാണ്. എന്താണ് ബ്രഹ്മചാരി? എന്താണ് ബ്രഹ്മചാരി എന്നർത്ഥം? ചരണം എന്ന് പറഞ്ഞ മൂവ്മെന്റ് ആണ്. ബ്രഹ്മം ചരിക്കുന്നത് അവിടെയാവണം. എന്താ ബ്രഹ്മം? ഹൃദയ ഗുഹരമധ്യേ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഒരു ബ്രഹ്മാവിരിക്കും. അയാൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെന്താ, ഇതെന്താ, അതെന്താ? ആ ചോദ്യം ചോദിക്കുന്നതിന് നമ്മളെ പ്രചോദനം നൽകുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയാണ് ബ്രഹ്മം.
അത് മാത്തമാറ്റിക്സിൽ ഉണ്ടാവുമ്പോൾ BSc മാത്തമാറ്റിക്സ്. അപ്പൊ 3 കൊല്ലം എൻ്റെ ഹൃദയത്തിനുള്ളിൽ എന്ത് മാത്രമേ ഉണ്ടാവൂ? മാത്തമാറ്റിക്സ് മാത്രം. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ മാത്തമാറ്റീഷ്യൻ ആയത്. മനസ്സിലാവുന്നു? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് പഠിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനുള്ളിൽ എന്തേ ഉണ്ടാവൂ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അങ്ങനെയാണോ ഇപ്പോ? അങ്ങനെ ആയാൽ എന്താ ഗുണം? എൻ്റെ ഹൃദയത്തിനുള്ളിൽ ബ്രഹ്മാവുണ്ടെങ്കിൽ ബ്രഹ്മാവിന്റെ ഭാര്യയായ സരസ്വതി എൻ്റെ നാവിൽ വരും, എൻ്റെ കയ്യിൽ വരും, എൻ്റെ എക്സാം ഹാളിൽ വരും, എന്നെ സഹായിക്കും, എനിക്ക് പഠിച്ച് പാസ്സാക്കാം. അതുകൊണ്ടാണ് ഭാരതീയ ശാസ്ത്രത്തിലെ ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി. നമ്മൾ നല്ല ജോലി കിട്ടിയാൽ ജോലിയുടെ ഭഗവാനാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ഭാര്യയാണ് ലക്ഷ്മി. കയ്യിൽ ലക്ഷ്മി വരണമെങ്കിൽ വിഷ്ണു കയ്യിൽ വേണം, ജോലി വേണം. ഇതാണ് ഭാരതീയ സങ്കല്പം. ഇത് മനസ്സിലാവാതെ ഏത് അമ്പലത്തിൽ പോയിട്ട് പൊട്ടുതൊട്ടിട്ടും പൊട്ടന്മാരായിട്ടും പൊട്ടത്തികളായിട്ടൊന്നും കാര്യം. ഞാൻ ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന കേരളത്തിലെ തന്ത്ര സമുച്ചയം എന്ന പുസ്തകം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏക ശിഷ്യനാണ്. ആ അറിവോടുകൂടിയാ പറയുന്നത്. ഭഗവാൻ ഒരു ക്ഷേത്രത്തിലും ഇല്ല. നിങ്ങൾ ഒരു പൂജ ചെയ്താലും നിങ്ങളുടെ 7 ചൊവ്വ പോയിട്ട് 8-ലിരിക്കില്ല, 8 ചൊവ്വ പോയിട്ട് 9 ഇരിക്കില്ല. അത് റേഷൻ കാർഡിൽ ജോയിൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ പൂജ ചെയ്യുമ്പോൾ അവിടെ വരവ് വെക്കാറുമില്ല. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത് കൽപിതം സ്തുത്യാ നിർവചനീയതാകിലോ ഗുരു ദുരീകൃതായ മയാ വ്യാപ്തിത്വം ച മയാകൃത. എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ ചില സ്ഥലത്ത് കെട്ടിയിട്ടതാണ് നമ്മുടെ ഏറ്റവും വലിയ ദോഷം. ദോഷത്രയം വത്കൃതം. ഈ 3 ദോഷം ചെയ്ത മനുഷ്യ എന്ന് ശങ്കരനും അപ്പയ്യ ദീക്ഷിതരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അറിയുക. ആ അറിയാനുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ അറിവുള്ളവരെ പഠിപ്പിക്കണം, അത് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ 10 ലക്ഷത്തിലധികം ടീച്ചർമാരെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചത്. 1 കൊല്ലം 1 ലക്ഷം ടീച്ചർമാർ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആ റോൾ. അതുകൊണ്ടാണ് ഗൾഫിലൊക്കെ എത്രയോ പ്രാവശ്യം 100 പ്രാവശ്യം പോയിട്ടുണ്ടാവും. 2002 ഒമാനിൽ തുടങ്ങിയതാണ്. കഴിഞ്ഞ ഡിസംബർ 7, 8, 9 ഞാൻ ഒമാനിലാണ് പോകേണ്ടിരുന്നത്. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, സ്റ്റുഡൻസ് പ്രോഗ്രാം, പാരന്റ്സ് പ്രോഗ്രാം, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറ്റം പോളിസിയും ഒന്നുമല്ല. ഈ കസ്തൂരി രംഗനൊക്കെ ഒരു കുട്ടിയോടും ഇതുവരെ സംസാരിച്ചിട്ടുണ്ടാവില്ല, ഒരു ടീച്ചർമാരോട് സംസാരിച്ചിട്ടുണ്ടാവില്ല. ചെയർമാനായിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ഫിലിപ്പൈൻ അല്ലെങ്കിൽ ആ കുറേ രാജ്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് അതൊക്കെ കുത്തിത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ദാരിദ്ര്യവും ഭാരതത്തിനില്ല. ഭാരതത്തിൻ്റെതായ ഏത് വിദ്യാഭ്യാസം കരിവള്ളൂർ വേണം എന്നുള്ളത് കരിവള്ളൂരുകാർ തീരുമാനിക്കുന്നതാണ്. ഞാനും എൻ്റെ ചുറ്റുവട്ടവുമുള്ള ജീവിതമാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് വിദ്യാഭ്യാസമാണ് വേണ്ടത്. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ സൃഷ്ടിക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ നമ്മുടെ പിള്ളേർ നന്നാവും. അതുകൊണ്ട് കൃഷി ചെയ്യണം, നന്നായിട്ട് ഫാമിംഗ് അറിയാം. ഡോക്ടർ TPS ഫാമിംഗ് എൻ്റെ അച്ഛൻ കൃഷ്ണനെ. അതുകൊണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ വേറെ എക്സർസൈസ് ഒന്നും ഇല്ല. രാവിലെ നടക്കാനും പോയിട്ടൊന്നും ചെയ്യാറില്ല. എൻ്റെ പണി ഞാൻ കൃത്യമായിട്ട് ചെയ്യും. അതൊക്കെ പഠിപ്പിക്കണം പിള്ളേർ. നല്ല പോലെ പണിയെടുപ്പിക്കും. എല്ലാ പണിയും പിള്ളേരെ കൊണ്ട് എടുപ്പിക്കുക. ആ വിദ്യാഭ്യാസത്തിൻ്റെ ആ സിലബസിൽ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ട്. പിന്നെ ഈ ടീച്ചർമാർ പോലും അത് ചെയ്യുന്നില്ല. വരട്ടെ, അടുത്ത ചോദ്യം. ഇല്ല, എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക. കമോൺ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഇയാളോട് എന്ത് ചോദിക്കാൻ പറ്റും ഒന്ന് ഡിസ്കസ് ചെയ്തേ. ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസമേതയ പാദം സ ബ്രഹ്മചാരിപ്യ പാദം കാലക്രമേണ ചാന്ന്. ആചാര്യ പാദമാദത്തെ, ആചാര്യന്മാരുടെ 1/4 പഠിക്കാൻ പറ്റും. 1/4 സ്വന്തം പഠിക്കണം. പിന്നെ 1/4 അടുത്തിരിക്കുന്ന ആളോട് ഡിസ്കസ് ചെയ്തിട്ട്, അതാണ് ബ്രഹ്മചര്യം. നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളത് ഡിസ്കസ് ചെയ്യുള്ളൂ. ആ ഡിസ്കഷൻ വരട്ടെ. നിങ്ങൾ അന്യോന്യം ഡിസ്കസ് ചെയ്ത് ഇയാളോട് എന്ത് ചോദിക്കാം, എന്നിട്ട് തീരുമാനിക്കും. എന്നിട്ടൊരു ചോദ്യം, നിങ്ങളുടേത് വേണ്ട, അയൽവാസികളുടെ ചോദിച്ചാൽ മതി. ഞാൻ തൊട്ടടുത്തിരിക്കുന്നത്, ഞാൻ തൊടാണ്ടായിരുന്നത്. എങ്ങനെ ഒഴിവാകാൻ പറ്റും നോക്കുക. ചോദിക്കൂ, എന്തെങ്കിലും ചോദ്യം. കമോൺ. കമോൺ കമോൺ. ആരുമില്ലേ ഇവിടെ? ടീച്ചർമാർ എത്ര പേരുണ്ട്? ആരുമില്ലേ? ഇത്രയും കൊല്ലം കുറേ ടീച്ചർമാരെ കുറ്റം പറഞ്ഞു. എൻ്റെ ഏട്ടൻ മാഷാണ്, എൻ്റെ
കുറേ ചേട്ടന്മാരും കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും ഒക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ സ്കൂൾ നടുവിൽ എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ മാനേജ്മെന്റ്. അപ്പൊ എല്ലാവരും അവിടെ എൻ്റെ ബന്ധുക്കളൊക്കെയാണ് ടീച്ചേഴ്സ്. പയ്യന്നൂർ കോളേജിലെ പ്രൊഫസർ, അദ്ദേഹത്തിന്റെ വൈഫ് ഒക്കെ എൻ്റെ ഫാമിലി ഫുൾ ടീച്ചേഴ്സാണ്. ഞാൻ അറിയാണ്ട് സയന്റിസ്റ്റ് ആയി പോയതാണ്, അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് ടീച്ചറാവാൻ വന്നു. കമോൺ, എന്തെങ്കിലും ചോദ്യം? എന്ത് വേണമെങ്കിലും ചോദിക്കാം, ആർക്കും. ഇത്രയും ധൈര്യമില്ലാത്തവരാണോ ഈ കരുവള്ളൂരിക്കാർ? ചോദ്യം ചോദിക്കണമെങ്കിൽ ധൈര്യം വേണമെന്നാ പറയാം അല്ലേ? കേൾക്കാൻ എളുപ്പാ. കേട്ടാ മതി. ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ രണ്ടാമത്തെ അക്ഷരം വരും. വരും. കമോൺ കമോൺ. നല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ. എനിക്ക് പറ്റാത്തോണ്ടൊന്നുമല്ല, ഇഷ്ടംപോലെ പറയാം. നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. ഡോക്ടർ TPS അടിക്കുക. എൻ്റെ പേര് DR ഡോക്ടർ TPS, തല്ലിപ്പൊടി ശശികുമാർ എന്നാണ് എൻ്റെ പേര്. ഓക്കെ, TP കണ്ടില്ലേ? തല്ലൻ്റെ അടി അല്ലേ? അപ്പൊ തല്ല് എന്നുള്ളതിന് പകരം അടിയാക്കി എന്താ പറ്റും? അടിപൊളി ശശികുമാർ അല്ലേ? ഇതാണ് മലയാളത്തിന്റെ കുഴപ്പം. ഒരേ സംഭവമാണ്, ഒന്നിന്റെ അർത്ഥം വേറെ, മറ്റൊന്നിന്റെ അർത്ഥം എൻറ്റയർലി ഡിഫറെന്റ്. തല്ലു അടി ഒന്നാണ്, പക്ഷെ തല്ലിപ്പൊടി അല്ല അടിപൊളി. ഇങ്ങനെ ഒരു ഭാഷ ലോകത്ത് വേറെ കേൾക്കാം. ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്, കൊളാക്കിയ ഭാഷയാണ്. അങ്ങനല്ലേ പറയാം? ഈ ക്ലാസ് കൊളാക്കി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മോശമാക്കിയതാ. കൊളം നല്ലതാണോ മോശമാണോ? അപ്പൊ പിന്നെ കൊളാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? നല്ലതാക്കി എന്നല്ലേ അർത്ഥം. അപ്പൊ ക്ലാസ് കൊളായി എന്ന് പറഞ്ഞാൽ മലയാളികൾക്കൊക്കെ മനസ്സിലാവും ക്ലാസ് മോശമായി. ഈ ഇരിക്കുന്നതില് നാരായണൻകുട്ടിയാണ് ചെറ്റ അല്ലേ? നാരായണൻകുട്ടിയാണ് ചെറ്റ. എന്താ കാരണം? ആ ഇരിക്കുന്നതിൽ നാരായണൻകുട്ടിക്കാണ് പ്രായം കുറവ്. ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് അർത്ഥം. ചെറ്റപ്പുര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? അപ്പൊ ഈ ഇരിക്കുന്നതിൽ നാരായണൻകുട്ടി ചെറ്റ എന്ന് പറഞ്ഞ ഉടനെ ശരിയെന്ന് സമ്മതിക്കണം. ആരെങ്കിലും ചെറ്റാന്ന് വിളിച്ചാൽ എന്താ ചേട്ടാന്ന് ചോദിക്കണം. കാരണം എന്നെക്കാളും പ്രായം കൂടിയവരാണല്ലോ എന്നെ ചെറ്റാന്ന് വിളിക്കുക അല്ലേ? ഇങ്ങനെ മലയാള ഭാഷ പഠിച്ചിട്ടുണ്ടോ അല്ലേ? ഇതാണ് പഠനം. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. ആ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പഠനം കൃത്യമാവും. ഡോക്ടർ TPS, എൻ്റെ പേരെന്താണ്? ഡോക്ടർ TPS, ടീച്ചേഴ്സ് പാരന്റ്സ് സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് പാരന്റ്സ് സ്റ്റുഡൻസ്. ഞാൻ എഴുതിയ എല്ലാ പുസ്തകത്തിലും കോമൺ ആയിട്ടുള്ള ഒരു വാക്ക് LIFE. അതുകൊണ്ടാണ് ഇവിടെയും ലൈഫ് മാനേജ്മെന്റ് എന്ന് പേരുണ്ടത്. എല്ലാ പ്രഭാഷണങ്ങളിലും ഒരു ലൈഫ് ഉണ്ടാവും. എന്താണ് ലൈഫ്? LIFE, ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. നിമിഷം ജ്വലിതം ശ്രേയം അത് ധൂമയുദ്ധം ചിരം. ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കണം. എങ്ങനെയാവരുത്? നദു ധൂമയുദ്ധം ചിരം. പുകഞ്ഞ് ജീവിക്കരുത്. നിങ്ങളുടെയൊക്കെ ഉള്ളിലൊക്കെ കുറെ കഴിവുണ്ട്, പക്ഷെ പുകഞ്ഞിരിക്കുക, പുറത്ത് കാണിക്കില്ല. അങ്ങനെ പോരാ. നിമിഷം ജ്വലിതം ശ്രേയം നദു ധൂമയുദ്ധം ചിരം. ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. എങ്ങനെ പഠിക്കണം? ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. എന്താണ് ലൈഫ്? ലേണിംഗ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏർണിംഗ്. ഇങ്ങനെ കുറേ എക്സ്പാൻഷൻ, ഇതൊക്കെ എന്റേതാണ്. ഗൂഗിൾ ചെയ്താൽ എൻ്റെ പേരെ കാണുള്ളൂ. LEARN, ലേൺ സ്പെല്ലിംഗ്. നമ്മൾ ലേണിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ എൽബോർഡ് വെച്ചിട്ട് ഓടിക്കണം വേണ്ടേ? ലേണിംഗ് കഴിഞ്ഞാൽ എൽബോർഡ് റിമൂവ് ചെയ്യില്ലേ? അപ്പൊ ലേണിൽ എൽ റിമൂവ് ചെയ്താൽ എന്താ കിട്ടുക? ഏൺ. അതുകൊണ്ടാണ് ഭാരതീയ സങ്കല്പത്തിൽ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. എന്താ അറിയോ? കരാഗ്രേ വസത്തെ ലക്ഷ്മി. എന്താണ്? ഇങ്ങനെ ചൊല്ലരുത്, ഇങ്ങനെ തന്നെ ചൊല്ലണം. അപ്പോഴേ പിള്ളേർക്ക് മനസ്സിലാവുള്ളൂ അർത്ഥം. കരാഗ്രേ എല്ലാവർക്കും മനസ്സിലാവില്ല. ഇതെന്താ സംഭവം? ദൊട്ട് ദൊട്ട് അല്ലേ? കാശ്. കരാഗ്രേ വസത്തെ ലക്ഷ്മി ചൊല്ലേ. കരമധ്യേ സരസ്വതി. എത്ര കാശുണ്ടായാലും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളു. നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം ആദ്യം നടത്തിയിരുന്നെങ്കിൽ അയാൾ കുറച്ചു കാലം കൂടി ജീവിച്ചാൽ നന്നായിട്ട് പ്രധാനമന്ത്രിയായിട്ട്. ഒരാളും ബഹുമാനിക്കില്ല. അവസാനം അയാൾ പറയേണ്ടി വന്നു, പണ്ട് നെഹ്റു ഇരുന്ന സ്ഥലല്ലേ, പണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇരുന്ന സ്ഥലല്ലേ, ആ ബഹുമാനെങ്കിലും എനിക്ക് തന്നൂടെ. ആലോചിച്ചു കേട്ടൊരു പ്രൈം മിനിസ്റ്ററുടെ സ്ഥിതി. ആരുടെ പേര് ഞാൻ പറയുന്നു. അപ്പൊ അത്രയും താണു പോകാൻ കാരണം
നല്ല വൊക്കാബുലറി ഇല്ല, നല്ല വിദ്യാഭ്യാസം ഇല്ല, പറയുന്നതൊന്നും മനസ്സിലാവില്ല, പലതും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നല്ല വിവരം വേണം. കരാഗ്രേ വസത്തെ ലക്ഷ്മി, കാശുണ്ടായിട്ട് കാര്യമില്ല. എന്തുകൂടി വേണം? കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിത ഗൗരി. ഡോക്ടർ TPS നിത്യശ്ലോക എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ഒന്ന് വായിച്ചോ. എല്ലാ ശ്ലോകങ്ങളും എന്തിനു ചൊല്ലുന്നു, അതിന്റെ ഫിലോസഫി എന്ത്, സയൻസ് എന്ത്, അതിന്റെ സൈക്കോളജി എന്ത്, അതിന്റെ മാനവികത എന്ത് എന്ന് കൃത്യമായിട്ട് ഞാൻ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ട്. വായിച്ചോ പറ്റുകയാണ്. അപ്പൊ ഇതുണ്ടാവും. ഇത് ആരുടെ കയ്യിലും അല്ല, ആരുടെ കയ്യിലാണ്? എൻ്റെ കയ്യിലാണ്. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കാശ്, എൻ്റെ അറിവ്, എൻ്റെ നോളജ്, എൻ്റെ ശക്തി എൻ്റെ കയ്യിലാണ്. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അത് റിലീജിയസ് അല്ല, മതപരമല്ലാതെ സെൽഫ് മോട്ടിവേറ്റിംഗ് ശ്ലോകാസ്. അത് മതപരമാക്കി മാറ്റിയതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ആക്കാതിരുന്നെങ്കിൽ ഭാരതം എന്നേ നന്നായിരുന്നത്. എല്ലാത്തിലും ഈ ജാതി മാത്രം കാണും അല്ലേ? ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ. ഡൽഹിയിലൊക്കെ സ്ഥിരമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ പ്രഭാഷണത്തിൽ വിളിക്കും. അപ്പൊ ഞാൻ പറയാറുണ്ട്, ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ജാതി പറയരുത്, ചോദിക്കരുത് അല്ലേ? എന്താ കാരണം? നമ്മളെല്ലാം തീയന്മാരാണ്. നമ്മൾ തീയന്മാരെന്നല്ലേ പറയാം ശ്രീനാരായണ ഗുരു അല്ലേ? നമ്മളെല്ലാം തീയന്മാരാണ്. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? ആണോ? ആണ് ആണ്. ഒരു മാപ്പിള വന്നിട്ട് പറഞ്ഞു ഞാനല്ലല്ലോ. ആണ്, നീ മുഹമ്മദീയനാണ്. ഒരു ക്രിസ്ത്യാനി വന്നിട്ട് പറഞ്ഞു ഞാൻ തീയനല്ല. ആണ്, നീ ക്രിസ്തീയനാണ്. അപ്പൊ ഒരു സവർണം വന്നിട്ട് പറഞ്ഞു ഞാൻ തീയനല്ല, ഞാൻ സവർണനാണ്, നീ ഭാരതീയനാണ്. അപ്പൊ എല്ലാവരും തീയന്മാരെ. മനസ്സിലായോ? നമ്മള് ഓരോരാളെയും പഠിക്കുമ്പോ അയാൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് അറിയാം. അത് അറിയാതെ പറയുമ്പോഴാണ് ഈ അബദ്ധം. ഞാനും നാരായണൻകുട്ടിയും അടുത്ത എൻ്റെ 9ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കാത്ത എൻ്റെ മാഷെ കാണാൻ പോയി, അനന്തം മാഷ്. ആ അനന്തം മാഷ് പറഞ്ഞു, എന്താണ് വൈരികൾ കലഹിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ടാ, ഇത് ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മൗനം വിദ്വാന് ഭൂഷണം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ ആദ്യത്തെ ലൈൻ എന്താണെന്നറിയോ? ഖലന്മാർ അല്ലെങ്കിൽ വൈരികൾ, ശത്രുക്കൾ കലഹിക്കുമ്പോൾ മൗനം വിദ്വാന് ഭൂഷണം എന്നാണ്. നമുക്ക് അതറിയില്ല, ഇത് മാത്രമേ അറിയൂ. അതാണ് ഈ കുഴപ്പം. ഇപ്പൊ കൃത്യമായിട്ട് ഫുൾ അറിയണം. അതറിയാതിരിക്കുമ്പോൾ നമ്മൾ കുറെ തെറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ സ്റ്റേജിൽ വന്നു. എനിക്ക് നിർത്താനുള്ള സമയമായി. നമസ്കാരം. നമ്മളൊക്കെ ഒരേ TP-യാണ്. ആ ഞാൻ AICTയിൽ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ AICTയുടെ ടെക്സ്റ്റ് ബോർഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ നവോദയ വിദ്യാലയത്തിന്റെ ട്രെയിനിങ് സെന്ററിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്തുണ്ടായിരുന്നു. ഇഗ്നൂലുണ്ടായിരുന്നു, അഡ്വൈസറി ബോർഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസമായിട്ട് അവിടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ പ്രാതിനിധ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഗവൺമെന്റ്, പൊളിറ്റിക്സ്, ജനങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾക്കും സ്കൂൾ തുടങ്ങാൻ ആരുടെയും ആവശ്യമില്ല. നമുക്ക് തന്നെ തുടങ്ങാം. ഒരു 10 പേര് ഈ കരിവള്ളൂർ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു മാസം ഇവിടെ വന്ന് താമസിക്കാം. വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ഇവിടെ തുടങ്ങും. അങ്ങനെ തുടങ്ങണം. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. ഈ പോളിസി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പോളിസിയൊക്കെ പറഞ്ഞ് വരും. ഈ ഗവൺമെന്റിൽ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനറ്റ് സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഇതും കാര്യമൊന്നും. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് വായിക്കാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ വരുമ്പം ആദ്യം വരെ എഴുതിയ ഹിന്ദിമേ അനുവാദകരവുമാണ്. ആ മിനിസ്ട്രി തീരുമ്പോഴത്തേക്ക് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുള്ളൂ. സംഭവങ്ങളൊക്കെ വളരെ വിരളമായിട്ട് നടത്താറുണ്ട്. അങ്ങനെ ചില ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പോൾ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള കുറെ ഇൻഡിപെൻഡന്റ് പവർ കൊടുത്തുകൊണ്ട് ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നന്നായി. അവിടെയും നല്ലപോലെ പൊളിറ്റിക്സ് ഉണ്ട് ഇല്ലേ? അവിടെയും നല്ലപോലെ പൊളിറ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലായിടത്തും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കും. അപ്പൊ നമ്മള് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യും. അത് ഏറ്റെടുക്കുക. സമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഏറ്റെടുത്തോളും. അത് കഴിഞ്ഞാൽ ഗവൺമെന്റിലെ ആ ഇൻഫ്ലുവൻസ് വരും. അതാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ രമേശ്, good enough. Thank you. So tata, bye bye.